നമസ്കാരം. സൂര്യകുമാർ യാദവും ഇന്ന് ഏഷ്യൻ ഭൂഖണ്ഡം പിടിക്കാനിറങ്ങുകയാണ്. എതിരാളികൾ പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ മലർത്തിയടിക്കാൻ ഈ ഇന്ത്യൻ സംഘത്തിന് കഴിയും, അതിൽ സംശയമില്ല. പക്ഷേ ഇത് 2020 ക്രിക്കറ്റാണ്. 2020 ക്രിക്കറ്റിൽ നിശ്ചിത ഓവർ ഗെയിമിൽ അവസാന പന്ത് വരെ അതിൻ്റെ ആവേശം നിലനിൽക്കുക സ്വാഭാവികം. ആ സ്വാഭാവികമായിട്ടുള്ള ആവേശം നിലനിർത്തിക്കൊണ്ട് തന്നെ ദുബായിലേക്ക് ക്രിക്കറ്റ് ആരാധകർ ഇരച്ചെത്തുകയും ചെയ്യുന്നു. കാത്തിരിക്കാം, ഇന്ത്യ മലർത്തിയടിക്കുമോ? ഓപ്പറേഷൻ ഏഷ്യ കപ്പ് സ്വന്തമാക്കുമോ? സ്വാഗതം. ഏഷ്യ കപ്പിൽ ഇതുവരെ തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനൽ വരെ എത്തിയത്. പാകിസ്ഥാൻ ആവട്ടെ ഇന്ത്യക്കെതിരായ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. ആ 2 മത്സരങ്ങളുടെ പരാജയത്തിന്റെ ക്ഷീണം പാകിസ്ഥാന് ഈ ഫൈനലിൽ നോവായി അനുഭവപ്പെടുകയും ചെയ്യും. അഭിഷേക് ശർമ്മയുടെ തീപാർന്ന ബാറ്റിങ്ങിന് എന്തായിരിക്കും പാകിസ്ഥാന് മറുപടിയായിട്ടുള്ളത്? ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. നമ്മോടൊപ്പം ഒരുപാട് അതിഥികളും ചേരുന്നുണ്ട് ഈ സമയം. ഒപ്പം ക്രിക്കറ്റ് ആരാധകരും പങ്കുചേരും. ഏഷ്യ കപ്പ് ഫൈനൽ തൊട്ടു മുമ്പ് സോണി ചെറുവത്തൂർ ക്രിക്കറ്റ് നിരീക്ഷകൻ, മുൻ ക്രിക്കറ്റ് താരം ഡോക്ടർ എൻ അജിത് കുമാർ ക്രിക്കറ്റ് നിരീക്ഷകൻ, പ്രശാന്ത് അലക്സാണ്ടർ ചലച്ചിത്ര താരം, വിനു മോഹൻ ചലച്ചിത്ര താരം, മിന്നുമണി ഇന്ത്യൻ എ ടീമിന്റെ ക്യാപ്റ്റൻ, അഭിലാഷ് പിള്ള തിരക്കഥാകൃത്ത് എന്നിവർ നമ്മോടൊപ്പം ചേരും ഏഷ്യൻ ഗ്രാൻഡ് ഫിനാലയിൽ. ഞാൻ ആദ്യം പോകുന്നു നമ്മുടെ അഭിമാനമായിട്ടുള്ള മിന്നുമണിയിലേക്ക്. മിന്നു, വളരെ സന്തോഷം. ഇന്ത്യൻ എ ടീമിന്റെ ക്യാമ്പിലാണ്, ക്യാപ്റ്റനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് ടീം ഒരുമിച്ചിരുന്ന് കളി കാണോ? നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ല. കളി കാണണം എന്നുള്ളൊരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ. റൂമിലിരുന്ന് തന്നെ കളി കാണണം എന്നുള്ളൊരു പ്ലാനേ ഉള്ളൂ. റൈറ്റ്. എന്നാണെങ്കിലും മിനുമണി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ടീമിന്റെ ഇന്നത്തെ മത്സരം കാണാൻ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എ ടീമിന്റെ ഒരു ആഗ്രഹം ഉണ്ടാകും, അതിൽ സംശയമൊന്നുമില്ല. ഇനി ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ എന്നുള്ള തരത്തിൽ മിന്നുമണി ഈ ടീമിൽ കാണുന്ന കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാകുമല്ലോ. കാരണം ഇന്ത്യൻ മെൻസ് ടീം, ഇന്ത്യൻ വിമൻ ടീം രണ്ടാണെന്ന് അറിയാം. പക്ഷേ എങ്കിൽ പോലും ഈ മെൻസ് ടീമിൽ മിന്നുമണി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ കാണുന്ന പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മെൻസ് ടീമിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പാകത്തിനൊരു നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പാകത്തിന് ആയിട്ടൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. കാരണം ഓരോ മാച്ചസ് നമുക്ക് കാണുമ്പോഴത്തേക്കും കാണാം, ഓരോ മാച്ചസിലും അതിൻ്റെതായ ഇമ്പ്രൂവ്മെന്റ്സ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മാച്ച് വിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ നമ്മള് ഒരു ടൂർണമെന്റുകൾ ജയിക്കുക, സീരീസുകൾ ജയിക്കുക എന്ന് തന്നെ പറയുമ്പോഴത്തേക്കും നമ്മൾ അത്രത്തോളം നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സുകളുടെ കുറവ് കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു ടൂർണമെന്റുകളും സീരീസുകളൊക്കെ വിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ, പോയിന്റ് ഔട്ട് ചെയ്യാൻ പാകത്തിനായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയാനില്ല. പിന്നെ ഓരോ മാച്ചസിലും എല്ലാ മാച്ചസിലും നമുക്ക് ഒരേപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ എല്ലാ മാച്ചസിലും ഒരേപോലെ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. ഓരോ ദിവസത്തിന്റെ ഒരു ലക്കും എല്ലാം അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് നല്ല രീതിയിൽ ടീമില് മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റൈറ്റ്. മിനു സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവ്സ് ആണ് കൂടുതൽ പറയാനുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഡോക്ടർ അജിത് കുമാറിലേക്കും സോണി ചെറുവത്തൂരിലേക്കും എത്താം. അതിനു മുമ്പ് വിനു മോഹൻ നമ്മൾക്കറിയാവുന്ന പോലെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇത്തവണ ടീമിലില്ല കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഭാഗമായിട്ട്. എങ്കിൽ പോലും ക്രിക്കറ്റിനോട് വളരെ ഭ്രാന്ത് സൂക്ഷിക്കുന്ന ഒരു ചലച്ചിത്ര താരമാണ് വിനു. ഈ ഏഷ്യ കപ്പ് ഇങ്ങനെ മുഴുവൻ കാണാറുണ്ടായിരുന്നോ? എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? മാത്രമല്ല, എങ്ങനെ ഈ ക്രിക്കറ്റിനോട് ഇത്ര ഇഷ്ടം വന്നത് എവിടെ നിന്നാണ് വിനു? ഏഷ്യ കപ്പ് തീർച്ചയായിട്ടും എനിക്ക് സമയം കിട്ടുന്നതെല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു. എനിക്ക് പുതിയ ടീമുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമായിരുന്നു ഒമാൻ. എന്റെ പെർഫോമൻസ് ഭയങ്കര രസകരമായിട്ടാണ് അവർ പെർഫോം ചെയ്തത്. സത്യം പറഞ്ഞ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നമ്മളിപ്പം എന്താ പറയാ, ഇന്ത്യയുടെ കൂടെ കളിക്കുമ്പോൾ പോലും വളരെ പവർഫുൾ ടീമായിട്ടാണ് എനിക്ക് അവരെ തോന്നിയത്. സോ അതൊരു നല്ല ഒരു എന്താ പറയാ, ഏഷ്യ കപ്പിന്റെ ഒരു അടുത്ത ഇനി വേൾഡ് കപ്പിലേക്കുമൊക്കെ വളരെ നല്ലൊരു ഒരുപാട് കാര്യങ്ങൾ തരാൻ ഒരു ക്രിക്കറ്റിൽ ഒരുപാട് സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒമാൻ. ഫസ്റ്റ് തന്നെ ഞാനത് ഏഷ്യ കപ്പിന്റെ കാര്യം കാണുന്നതുകൊണ്ട് പറഞ്ഞാണ്.
രണ്ട് എനിക്ക് ക്രിക്കറ്റ് പ്രേമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊച്ചുനാള് മുതല് കുട്ടിക്കാലം മുതല് നമ്മൾ മടല് വെട്ടി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ അപ്പച്ചിയുടെ മകൻ ഉണ്ടായിരുന്നു രാജേഷ്. ചേട്ടനൊപ്പം അവിടുത്തെ ക്ലബ് ടീമിലും എ ഡിവിഷൻ ടീമും ജില്ലാ ടീമൊക്കെ കളിക്കാറുള്ള ബോളറായിരുന്നു. സോ ചേട്ടൻ ക്രിക്കറ്റിനെ പറ്റി വളരെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഏക ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയാൻ പറ്റുന്നത് രാജേഷ് ചേട്ടനായിരുന്നു. അപ്പൊ അത് ശരിക്കും അതായിരുന്നു ഒരു ഇൻസ്പിറേഷൻ ഫസ്റ്റ്. പിന്നെ ഇവരൊക്കെ കളിക്കുമ്പോൾ എന്റെ ചിറ്റപ്പനും ചേട്ടനും രാജേഷേട്ടനും സന്തോഷനും ഇവരൊക്കെ കളിക്കുമ്പോൾ ഇവരുടെ കൂടെ ബോൾ എടുക്കാനും ഒക്കെ പോവുകയും ആ ക്രിക്കറ്റിനോടുള്ളൊരു ഇഷ്ടം അങ്ങനെയായിരുന്നു ഉണ്ടായി തുടങ്ങിയത് കുട്ടിക്കാലത്ത്. പിന്നെ ടെണ്ടുൽക്കർ ഓഫ്കോഴ്സ് എനിക്ക് ഏറ്റവും എന്റെ വളരെ ഹാർട്ട്ഫുൾ ഒരു എന്താ പറയാ ഹാർഡ് കോർ ഫാനാണ് ഞാൻ ശരിക്കും ടെണ്ടുൽക്കറിന്റെ. അപ്പം അദ്ദേഹത്തിന്റെ അതേപോലെ മടലില് നമ്മൾ MRF എന്നൊക്കെ ബാറ്റിലൊക്കെ എഴുതി തുടങ്ങിയ ഒരു ക്രിക്കറ്റ് പ്രേമമാണ്. ശരിക്കും അതായിരുന്നു എന്റെ ക്രിക്കറ്റിന്റെ ഒരു ഇഷ്ടം. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിനെ പ്രൊഫഷണലി വളരെയധികം സ്നേഹിക്കുകയും ആ പ്രൊഫഷണലി അതിന്റെ ഒരു ടെക്നിക്കൽ രീതിയും ആ ക്രിക്കറ്റിനോടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്ത CCLന്റെ സമയത്താണ്. അന്ന് അതിന് ആ CCLിനൊക്കെ മുമ്പായിട്ട് ഞങ്ങളുടെ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ് എന്ന് പറഞ്ഞ C3 എന്ന് പറഞ്ഞ ക്ലബ് ഉണ്ട്. അതില് ഒരുപാട് പേരുണ്ട്. ഇന്ദ്രേട്ടൻ കളിച്ചിട്ടുണ്ട്, ചാക്കോച്ചനുണ്ട്. ചാക്കോച്ചനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചെയർമാൻ അതില്. സോ ഈ ഒരു ക്ലബ്ബായിരുന്നു ഞങ്ങളുടെ ആദ്യം. അതായത് എറണാകുളത്തുള്ള കുറച്ച് ആൾക്കാർ, നിഖിലേട്ടനുണ്ട്, വിജയ് യേശുദാസ് ഉണ്ട്, അങ്ങനെ സിംഗേഴ്സും ആക്ടേഴ്സും ഞങ്ങളുടെ ഫ്രണ്ട്സുകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേർ ചേർന്നിട്ടുള്ള ഒരു എറണാകുളത്തുള്ള സമയങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകാറുള്ളതാണ്. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അത് ചിലപ്പം സ്റ്റേഡിയത്തിന്റെ അവിടെയും അതുപോലെ തേവര കോളേജിന്റെ അവിടെയൊക്കെ ആയിരുന്നു കളിക്കുന്നത്. പിന്നെ സെന്റ് പോൾസിലേക്ക് പോയി. സെന്റ് പോൾസിൽ നിന്നാണ് ശരിക്കും ഞങ്ങൾ ഒരു ടെന്നീസ് ബോളിൽ നിന്നൊക്കെ മാറി പ്രൊഫഷണൽ ഒരു രീതിയിലേക്ക് കളിക്കണം, എല്ലാവരും നന്നായി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ തരത്തിൽ ഞങ്ങൾ കളിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് CCLൊക്കെ നമ്മൾ കേരള ടീമൊക്കെ വരുന്നത്. സത്യം പറഞ്ഞാൽ അതായിരുന്നു എല്ലാവർക്കും പാഷനുള്ള ക്രിക്കറ്റിനോട് പാഷനായിട്ടുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന കുറേയധികം ആൾക്കാർ ഒരു ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നു. അതിൽ നിന്നാണ് CCLിലേക്ക് വരുന്നത്. CCLാണ് ശരിക്കും ഒരു പ്രൊഫഷണലി എന്താ പറയാ ക്രിക്കറ്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ നന്നായി പഠിക്കാനും ട്രെയിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് CCL വന്നിട്ട് ശേഷമാണ്. പിന്നെ CCF എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് ഫിലിം ഫെറ്റേണിറ്റിയിലുള്ള എല്ലാവരും ഡയറക്ടേഴ്സും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊരു ക്രിക്കറ്റ് ക്ലബ് ഉണ്ട്. സോ ഇതിനൊക്കെ പാർട്ടായിട്ട് ഞാൻ ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പിരിറ്റ് ആണ് എപ്പോഴും. പിന്നെ ഏഷ്യ കപ്പിന്റെ ഇന്നത്തെ കളി സത്യം പറഞ്ഞാൽ എല്ലാരും ഉറ്റുനോക്കുന്ന ഒരു ഫൈനൽ തന്നെയാണ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന. കാരണം ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറഞ്ഞാൽ വേറൊരു സ്പിരിറ്റ് ആണല്ലേ. നമുക്ക് ശരിക്കും വേറൊരു എനർജിയാണ് ആ ഒരു മാച്ച് തരിക. അതെപ്പോഴും കളിക്കുന്ന പ്ലെയേഴ്സിന് പോലും എനിക്ക് തോന്നുന്നു മറ്റൊരു ക്രിക്കറ്റ് ടീമുമായിട്ട് കളിക്കുന്നതിനെക്കാട്ടിലും വേറൊരു സ്പിരിറ്റും എനർജിയും ഞാൻ കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യ മാച്ചസിൽ. സോ അതൊരു നമ്മളുടെ നമ്മളെ എന്താ പറയുക ഇമോഷണലി ഉള്ള ഒരു സ്പിരിറ്റും കൂടെ അതിനുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഇമ്പാക്ട് ഇതിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഏഷ്യ കപ്പിന്റെ ഈ ഫൈനലില്. പിന്നെ പലപ്പോഴും ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ടീമിന് പറ്റുന്നത് വളരെ നന്നായി കളിച്ചു വരികയും ഫൈനലിൽ വരുമ്പോൾ ഒരു ചെറിയ സമ്മർദ്ദത്തിന്റെ പിടിയിൽ പെടുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പല മാച്ചസിലും. ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമുക്കത് കണ്ടതാണ്. അപ്പം ആ തരത്തിലൊരു സമ്മർദ്ദത്തിൽ പെടാതെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഇന്ത്യക്ക് പറ്റിയാൽ, കാരണം ഇന്ത്യയുടെ ടീം പുലിക്കുട്ടികളാണ് ശരിക്കും ഇപ്രാവശ്യം ഉള്ള എല്ലാവരും. ഇപ്പം അഭിഷേക് ആണെങ്കിലും ശരി, ഗില്ലാണെങ്കിലും ഗില്ലൊക്കെ ഒരു അത്രയും ശരിക്കും ഗില്ലിന്റെ ഇതൊരു ഫുൾ പെർഫോമൻസിലെ ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഒരു വലിയ സ്കോറിലേക്കൊക്കെ ഇന്ത്യക്ക് പോകാൻ പറ്റും. പിന്നെ സഞ്ജു ആണെങ്കിലും എനിക്ക് തോന്നുന്ന സഞ്ജു ഒരു തേർഡ് ഡൗൺ വരും എന്നാണ്, ഒരു ഫസ്റ്റ് ഡൗൺ വരും എന്നാണ് എനിക്ക് തോന്നുന്നു. തേർഡ് ഡൗൺ അല്ല ഫസ്റ്റ് ഡൗൺ വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു സ്പേസ് ആണ് സഞ്ജുവിന് എപ്പോഴും നന്നായിട്ട് കളിക്കാൻ പറ്റുന്നത്. എനിക്ക് സഞ്ജു ഇപ്പം ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമല്ല, സഞ്ജു കളിക്കുന്ന ഗെയിം ശരിക്കും ഒരു സപ്പോർട്ടീവ് ഗെയിമാണ്. ആരാണ് ഒരു ടീമിന് വേണ്ടി കളിക്കുന്നതായിട്ട് തോന്നിയിട്ട് ഇൻഡിവിജ്വൽ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരിക്കലും ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ കളി ടീമിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന കോ പ്ലെയർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കാരണം എപ്പോഴും ക്രിക്കറ്റിൽ പറയുന്ന ഒരു കാരണം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ കോച്ചിന്റെ കയ്യിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് എപ്പോഴും സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ സ്കോർ കയറിയ നമുക്കൊരു ബേസ് എപ്പോഴും ബാറ്റ്സ്മാൻമാർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഈ തരത്തിൽ വളരെ നല്ല രീതിയിൽ കളിക്കുന്നവരാണ് സഞ്ജു. അതേപോലെ അഗ്രസീവായിട്ടും കളിക്കാറുണ്ട്. സോ സഞ്ജുവിന് ഒരു ബേസ് കിട്ടുകയും അഭിഷേകും നന്നായി കളിക്കുകയും അതേപോലെ ഇപ്പം ഫോമിലല്ലാത്ത ശരിക്കും സൂര്യ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, സൂര്യ കുമാറിന്റെ ഒരു ഫോം നമുക്ക് ഈ ഏഷ്യ കപ്പിൽ കാണാൻ പറ്റിയിട്ടില്ല. സോ ഇതെല്ലാം നല്ല വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ത്യ അല്ലാതെ വേറൊരു ആളെയും ഒരാൾക്കും എന്താ പറയാ ഒരു മേൽക്കോയ്മ ഇല്ലാതെ ഇന്ത്യയുടെ ആധികാരികമായിട്ടുള്ള വിജയമായിട്ട് ഈ ഏഷ്യ കപ്പിന്റെ ഫൈനൽ ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ബോളേഴ്സ് ആണെങ്കിലും
പിന്നെ പാകിസ്ഥാൻ സൈഡിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മിക്കവാറും ഷഹിൻ ഷായും അഫ്രീദിയും ഒക്കെ അവരുടെ ബോളേഴ്സിന്റെ വലിയൊരു വജ്രായുധങ്ങളാണ് അവരെ സംബന്ധിച്ച്. ആ പാകിസ്ഥാൻ ടീമിനെ സംബന്ധിച്ച് അവർക്ക് ആ 2-3 പേരും ഹാരിസും ഒക്കെ വളരെ അവരുടെ പ്രതീക്ഷ അർപ്പിക്കുന്നവരിലേക്കാണ് ബോളിംഗ് സൈഡിൽ. സോ അതും നമുക്ക് ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു ബോളിങ്ങിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ, വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം സുനിശ്ചിതമാണ്. കാരണം ഏതൊരു അതാണ് ബിനു പറയുന്നത് കൃത്യമാണ്. അവരുടെ ഒരു ബോളിങ്ങിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഡോക്ടർ എൻ അജിത് കുമാർ, ക്രിക്കറ്റ് നിരീക്ഷകരായിട്ടുള്ള നിങ്ങളെ പോലെ തന്നെ ഈ ക്രിക്കറ്റ് ചലച്ചിത്ര താരങ്ങളൊക്കെ ഗംഭീരമായിട്ട് നിരീക്ഷണം നടത്തുന്നു ഡോക്ടർ അജിത് കുമാർ. ഞാൻ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മധ്യനിരയാണോ നമ്മളെ അല്പം ആശങ്കപ്പെടുത്തുന്നത്? പ്രത്യേകിച്ചും സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഫോം. സൂര്യകുമാർ യാദവ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 10 രാജ്യാന്തര മത്സരങ്ങൾ ആകെ നേടി 99 റൺസാണ്. ഏഷ്യ കപ്പിൽ 77 റൺസ് ഈ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്ന്. അപ്പോൾ അതൊരു കൺസേൺ അല്ലേ? പ്രത്യേകിച്ചും ഓപ്പണേഴ്സിന് ചാർജ് ആവാൻ പറ്റിയില്ലെങ്കിൽ സൂര്യകുമാർ യാദവിൻ്റെ ഒരു റോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ആക്ച്വലി സൂര്യകുമാറിന് ബുദ്ധിമുട്ടാത്ത എന്താണെന്ന് ഓപ്പണേഴ്സ് എല്ലാ മത്സരത്തിലും നല്ലൊരു നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണത്തെ പാകിസ്ഥാൻ മാച്ചില് ആദ്യത്തെ പാകിസ്ഥാൻ മാച്ചില് ഗിഡ് വേഗം ഔട്ടായപ്പോ സൂര്യകുമാർ വന്നിട്ട് നല്ല അസല പെർഫോമൻസ് ഇട്ടില്ലേ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം വന്ന് 48 നോട്ട് ഔട്ടാണ്. അദ്ദേഹവും തിലക്കും കൂടിയിട്ടാണ് നമ്മള് വിജയത്തിലേക്ക് നയിച്ചത്. ഇപ്പൊ ഒരു ടോട്ടലി ഔട്ട് ഓഫ് ഫോം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ തോന്നുന്നത്, സൂര്യകുമാറിനൊരു നല്ലൊരു ടെൻഷൻ പൊസിഷനിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അദ്ദേഹം വളരെ ഈസി ആയി വരുമ്പോ തന്നെ നല്ലൊരു 105 for 1 വരുമ്പോ നമുക്ക് സൂര്യകുമാറിൽ നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യം വലിയൊരു പ്രതീക്ഷയില്ല. അപ്പൊ ആ ഒരു ഘട്ടം തീർച്ചയായിട്ടും പുള്ളി കാണുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് സൂര്യകുമാറിന്റെ പെർഫോമൻസ് ഇത്തിരി താഴോട്ട് വരാൻ. കാരണം കുറച്ചും കൂടി ടെൻസ് സിറ്റുവേഷൻ ആണെങ്കിൽ സൂര്യകുമാറിന്റെ പെർഫോമൻസ് എന്നും മച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് കാണുന്നതാണ്. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ മിഡ് ഓർഡറിൽ ഒരു പ്രോബ്ലം, ഇപ്പൊ തിലക് വർമ്മ നല്ല ഉഗ്രം ഫോമിലല്ലേ തിലക് വർമ്മ. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു നല്ല പെർഫോമൻസ് ഇട്ടു. അപ്പൊ ഈ ടോപ്പ് 5 ബാറ്റ്സ്മാൻമാര് നല്ലൊരു പെർഫോമൻസ് എല്ലാ മാച്ചിലും ഒരാളിലേക്ക് മറ്റൊരാൾ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. മിഡിൽ ഓർഡറിന്റെ വലിയ ആശങ്കയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്റെ ആശങ്ക ഇന്ത്യൻ ഫീൽഡിംഗ് ആണ്. നമ്മുടെ ഫീൽഡിങ് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവും. സാധാരണ നമ്മളെ ഫീൽഡിങ് ചൊണക്കുട്ടികളെ പോലെ കളിക്കുന്ന ഇന്ത്യൻ ഫീൽഡേഴ്സ് എന്തൊരു ക്യാച്ചസ് ആ ഡ്രോപ്പ് ചെയ്യുന്നത്. നാണം കിട്ടുള്ളൂ. എന്ത് ഇങ്ങനെ ക്യാച്ചസ് ഒക്കെ ഡ്രോപ്പ് ചെയ്യാൻ പോയാല് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആക്ച്വലി ഇന്ന് ഞാൻ അമിത് മിശ്രയുടെ ഒരു കമന്റ് കൂടി കണ്ടു. 3 to 4 ക്യാച്ചസ് ഓരോ മത്സരത്തിനും നമ്മൾ ഡ്രോപ്പ് ചെയ്തിരിക്കണം. ഇവിടെയാണ് ഇപ്പൊ ശ്രീലങ്കയെ കൊണ്ട് 202 അടുപ്പിച്ചതുകൊണ്ടാണ് ഈ ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടല്ലേ. ഈ ക്യാച്ചസ് എല്ലാം നമ്മൾ ശരിക്കും ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അവർ 200 പ്രശ്നമിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഏറ്റവും ടെൻഷൻ ഉള്ളത് ഇവര് ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഒരു പ്രശ്നമില്ലാണ്ടാണ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യണത്. അത് കാണുമ്പോഴാണ് ഭയങ്കര ഒരു വിഷമം തോന്നുന്നത്. ശരിക്കും ടൈറ്റൻ ചെയ്യേണ്ട ഇന്ത്യയുടെ ഫീൽഡിംഗ് ആണ്. കൃത്യമായിട്ടുള്ള ക്യാച്ചസ് ഒക്കെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ വിൽ ബി എ റിയൽ ത്രെറ്റ്, യാതൊരു സംശയമില്ല. കാരണം ഇന്ന് ഈ ഫൈനൽസ് പറയുമ്പോൾ ഇന്ന് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. ആദ്യത്തെ 2 മത്സരങ്ങൾ പോലെ അല്ല ഇന്ന്. ഇന്നൊരു വേറൊരു സ്റ്റേജ് വേറെയാണ്. ഫൈനൽസ് എന്നൊരു സ്റ്റേജ്. അപ്പോ മുമ്പ് നമ്മൾ 2 മത്സരം തോൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും ഇവിടെ കാര്യമൊന്നുമില്ല. ഇത് ഏറ്റവും ബെസ്റ്റ് ഗെയിം നമ്മൾ പുറത്തിറക്കിയേ പറ്റും. താങ്കൾ പറഞ്ഞത് മിഡിൽ ഓർഡറിനെ പറ്റി എനിക്ക് വീണ്ടും ഇന്ത്യൻ ബോളിങ്ങിനെ പറ്റിയും കുറച്ച് ആശങ്കയുണ്ട്. ശ്രീലങ്ക എന്ത് ഈസി ആയിട്ടാ 202 എടുത്തത്. ഡോക്ടർ അജിത് കുമാർ, ഒരു അഡീഷൻ ഇപ്പോൾ വരുന്ന വിവരം ആഡ് ചെയ്തോട്ടെ. ഹാർദിക് പാണ്ഡ്യ ഇതുവരെയും വാമപ്പ് ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. മിന്നുവിലേക്കാണ് ഞാൻ വരുന്നത്. മിന്നു, ഈ ഫൈനലിൽ ഹാർദിക് പാണ്ഡ്യ ഇല്ലെങ്കിൽ അതൊരു തിരിച്ചടിയാകുമോ ഇന്ത്യക്ക്? ഹാർദിക് ഇല്ലെങ്കിൽ തിരിച്ചടി ആവുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹാർദിക്കിനെ പോലെ ഹാർദിക്കിന്റെ ആ ഒരു റോള് ക്ലിയർ ചെയ്യാൻ മറ്റൊരാളെ കൊണ്ട് എന്തായാലും സാധിക്കില്ല. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു പൊസിഷനിലേക്ക് ഹാർദിക്കിനെ ഒപ്പം തന്നെ ഹാർദിക്കിന്റെ ആ ഒരു റോള് അവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ തന്നെ തീർച്ചയായിട്ടും അവര് എന്തായാലും എടുക്കുന്നതായിരിക്കും. ഉള്ളവരിൽ നിന്ന് അവര് ആ ഒരു ഡ്യൂട്ടി ആ ഒരാൾക്ക് എന്തായാലും റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഹാർദിക്കിനെ പോലെ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യണമെന്നില്ല. പക്ഷെ ആരാണോ ആ ഒരു പൊസിഷനിൽ വരുന്നത്, കളിക്കുന്നത്, ആ ഒരാൾ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കാരെ ആണെങ്കിലും എല്ലാ ഇന്ത്യക്കാരെ പോലെ തന്നെ ഒരു
എന്താ എല്ലാവരും വളരെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കുന്ന അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടീമിന്റെ കൂടെ കളിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു പൊസിഷനിൽ ആര് വന്നു കഴിഞ്ഞാലും ആ ഒരു മികവ് തന്നെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അജിത് കുമാർ, ഇപ്പോൾ മിന്നു സൂചിപ്പിച്ചതുപോലെ ഈ ഹാർദിക്കിനെ പോലെ ആകാൻ ചിലപ്പോൾ മറ്റൊരാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇന്ത്യൻ ബെഞ്ച് അത് ഗംഭീരമാണ്. അത് ഏതൊരു ടീമും ആഗ്രഹിക്കുന്നതും അസൂയപ്പെടുന്നതുമായിട്ടുള്ളൊരു ബെഞ്ചാണ്. റിങ്കു സിംഗ് ഓപ്ഷനാണ് എന്ന് പറയപ്പെടുന്നു. റിങ്കു സിംഗ് എന്ന ടീമിൽ കളിക്കുമെന്നൊക്കെ പറയുന്നു. ഫൈനലിൽ അത്തരമൊരു നീക്കത്തിലേക്ക് ഇന്ത്യ പോകുമോ? എന്താണ് താങ്കൾ കരുതുന്നത്? എനിക്ക് തോന്നുന്നു ശിവം ദുബെ ടീമിലേക്ക് തിരിച്ചു വരും. കഴിഞ്ഞ മത്സരം ശിവം ദുബെ കളിച്ചില്ല. ശിവം ദുബെയുമാണ് ശരിക്കും ഹാർദിക് പാണ്ഡ്യക്ക് ഒരു ഇഫക്റ്റീവ് റീപ്ലേസ്മെന്റ്. എന്റെ അഭിപ്രായത്തിൽ ശിവം ദുബെയാണ്. കാരണം ശിവം ദുബെ നല്ല ഫോമിലാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, എല്ലാ മത്സരങ്ങളും തിരക്കേടില്ലാണ്ട് നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഇപ്പൊ നമ്മൾ ബോളിംഗ് എടുത്ത് നോക്കിയാൽ ഹാർദിക്കിനെക്കാളും ബെറ്റർ പെർഫോമൻസ് ബോളിംഗ് ശിവം ദുബെയാണ്. മാത്രമല്ല ഒരു ഹാർദിക് പാണ്ഡ്യയുടെ പ്രശ്നം പ്രത്യേകിച്ച് ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് വന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ പാകിസ്ഥാൻ മത്സരത്തിൽ 4 വിക്കറ്റ് പെട്ടെന്ന് പോയപ്പോൾ അദ്ദേഹം വന്ന് കളിച്ചതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ മത്സരം വിജയിച്ചത്. അദ്ദേഹവും തിലക് വർമ്മയും കൂടിയിട്ടാണല്ലോ നമ്മൾ ആ 6 വിക്കറ്റ് വിക്ടറിയിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. പക്ഷെ അദ്ദേഹം ഫിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഒരു ഇഫക്റ്റീവ് റീപ്ലേസ്മെന്റ് ഞാൻ കാണുന്നത് ശിവം ദുബെയാണ്. കാരണം റിങ്കു സിംഗിനെക്കാളും ബെറ്റർ ശിവം ദുബെ നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 3-4 മത്സരം കളിച്ചിട്ടുണ്ട്. റിങ്കു സിംഗിന്റെ ടാലന്റിനെ കുറിച്ച് ആർക്കും ഒരു 2 അഭിപ്രായങ്ങൾ ഇല്ലെങ്കിലും ഒരു ഫൈനൽ മത്സരത്തിന് അത് തന്നെ റിങ്കു സിംഗിനെ അവര് ട്രൈ ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ ഒരു ഫീലിംഗ് ആണ് ശിവം ദുബെ തിരിച്ചു വരും ഹാർദിക്കിന് പകരം. കഴിഞ്ഞ മത്സരത്തില് ശിവം ദുബെ കളിച്ചില്ല. ഹർഷത്തിന് പകരം എന്താണ് ബുംറയും തിരിച്ചു വന്നാൽ ടീം വളരെ പെർഫെക്റ്റ് ആയി. ഇന്ന് പറഞ്ഞ പോലെ ഹാർദിക്കിനെ റീപ്ലേസ് ചെയ്യാൻ ഹാർദിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ അദ്ദേഹം ആക്സിഡന്റ് ആകുമ്പോ മിന്നു വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് റീപ്ലേസ്മെന്റ് ആയിട്ട് നാം കാണുന്നത് എന്റെ അഭിപ്രായത്തിൽ ശിവം ദുബെ തന്നെയാണ്. ഓക്കെ, സോണി ചെറുതൂരുടെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. സോണി, സ്വാഗതം. ഇപ്പോൾ ഡോക്ടർ അജിത് കുമാറും മിന്നുമണിയൊക്കെ സൂചിപ്പിച്ച പോലെ ഈ ഹാർദിക് പാണ്ഡ്യ അതൊരു പ്രത്യേക ഫാക്ടർ തന്നെയാണ് ഇന്ത്യൻ ടീമിൽ. എസ്പെഷ്യലി പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരങ്ങൾ വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു വല്ലാത്തൊരു ഊർജ്ജം കാണാറുണ്ട്. അപ്പോൾ ആ ഊർജ്ജം ഇന്ന് ഇന്ത്യക്ക് നഷ്ടമാകുമെന്ന് തോന്നുന്നുണ്ടോ? റിങ്കു സിംഗോ അല്ലെങ്കിൽ ദുബെയോ ടീമിലെത്തിയാൽ ആ ഗ്യാപ്പ് നികത്താൻ സൂര്യകുമാർ യാദവിനും സംഘത്തിനും കഴിയുമോ? ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം ഏത് ഫോർമാറ്റിലും ഇത്തരത്തിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ തങ്ങാൻ സാധിക്കുന്ന ഒരു താരം. അത് താങ്കൾ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ എനർജി, പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പുറത്തെടുക്കാൻ സാധിക്കും നോക്കുന്നൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അത് ശിവം ദുബെയാണ് ഒരുപക്ഷെ ഒരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷെ ഈ സീരീസിൽ ഉടനീളം എനിക്ക് പുതിയ പന്തിൽ നല്ല ബ്രേക്ക് ത്രൂസ് ഉണ്ടാക്കിയെടുക്കാൻ ഹാർദിക് പാണ്ഡ്യക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ പദ്ധതികൾ, അവരുടെ പ്ലാനിങ്ങും ഒക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ബുംറ പല മത്സരങ്ങളിലും ആദ്യ 6 ഓവറുകളിലൊക്കെ കൂടുതൽ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക ആ ഒരു ബോളിംഗിൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളപ്പോഴാണ്. അവിടെ ഒരുപക്ഷെ ഇന്ത്യക്ക് ചില പുതിയ പ്ലാനിങ് ആവശ്യമായി വന്നേക്കും. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. മിന്നു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഹാർദിക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഒരു ബാറ്റിംഗ് ഓർഡറിലുള്ള ഒരു ചേഞ്ചിന് സാധ്യതയുണ്ടോ? മിന്നുമണി എന്താണ് കരുതുന്നത്? ഫൈനലിൽ ഒരു ബാറ്റിംഗ് ഓർഡർ സാധ്യത ഇന്ത്യ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകുമോ? ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ചസ് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പോ ഒരുപാട് എന്താ പറയാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആരും എവിടെ പോയാലും പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കൂടുതൽ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിൽ പോലും ഉള്ളവരെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം മാറ്റത്തിനും അവർ തയ്യാറാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, മിന്നുവിനോട് തന്നെയാണ് ഒരു കാര്യം കൂടി. ഈ അഭിഷേക് ശർമ്മയാണ് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ അഭിഷേക് ശർമ്മയെ ഓവറായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? കാരണം അഭിഷേക് ശർമ്മ എന്നുള്ള ബാറ്ററുടെ മികവ് അത് ബ്രില്യൻ്റ് ആണ്, അതിൽ സംശയമില്ല, തർക്കമില്ല. പക്ഷേ ഫൈനലാണ്, അത് അദ്ദേഹത്തിന് തന്നെ ഒരു ഓവർ പ്രഷർ ആകുമോ മിന്നു? ആരാധകരെ സംബന്ധിച്ചും തീർച്ചയായിട്ടും അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫിയർ തന്നെയാണ്. എങ്ങാനും ഇന്നത്തെ ഒരു മത്സരത്തിൽ ആ ഒരു തുടക്കം അഭിഷേക് ശർമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ പാളുമോ എന്നുള്ളത് ഒരു സാധാരണ ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും വരാവുന്ന ഒരു ഫിയർ തന്നെയാണ്. പക്ഷേ
എന്താ ആസ് എ ക്രിക്കറ്റർ എനിക്ക് പറയാനുള്ളത്, ആളിപ്പോ നമുക്ക് എന്താ പറയാ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു ഫോമിലാണ് അഭിഷേക് ശർമ്മ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒപ്പം ശുഭ്മാനും. തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രതീക്ഷിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഫോമിൽ തന്നെയാണ് രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാനും ആ ഒരു ഇതുവരെ കണ്ട കളികളിലുള്ള ആ ഒരു ഫോം തന്നെ ഇന്നത്തെയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് 100% പറയാനും പറ്റില്ല അവർക്ക് ഇന്നൊരു മികച്ച തുടക്കം കിട്ടും എന്നുള്ളത് പറയാനും പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതുവരെ നമ്മുടെ മിഡിൽ ഓർഡർ ലോവർ ഓർഡർ ബാറ്റേഴ്സിന് അവസരം നല്ല രീതിയിൽ കിട്ടിയിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഏതൊരു ഇപ്പോഴത്തെ ടീമിന്റെ ഒരു ലൈനപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് മിഡിൽ ഓർഡർ ആണെങ്കിലും ലോവർ ഓർഡർ ആണെങ്കിലും തീർച്ചയായിട്ടും നല്ല ബാറ്റിംഗ് ഒരു ഡെപ്ത് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഓപ്പണിങ്ങിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടോ കിട്ടിയില്ലെങ്കിൽ പോലും കൊണ്ടുപോകാനുള്ള പ്ലേയേഴ്സിന് ലൈനപ്പായിട്ട് ടീമിലുണ്ട്. അതാണ്. ഓക്കെ. സോണി, ഇപ്പോൾ മിനുമണി പറഞ്ഞൊരു കാര്യമുണ്ട്. ആസ് എ ക്രിക്കറ്റർ ഞാൻ പറയും ഈ പിടിച്ചാൽ കിട്ടാത്തൊരു ഫോമിലാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ ഉള്ളതെന്ന്. ഞാൻ ഇതേ സമാനമായിട്ടുള്ളൊരു വാചകം അടുത്ത് കേട്ടത് നമ്മുടെ രഞ്ജി ട്രോഫി ഫൈനലിലായിരുന്നു. അന്ന് വിദർഭയിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങിയപ്പോൾ കരുൺ നായരെ പറ്റി പറഞ്ഞത് അദ്ദേഹം കരിയറിൽ ഏറ്റവും മികച്ച ഫോമിലാണ്, പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത്. ഫൈനലിൽ അദ്ദേഹം അത് പ്രകടമാക്കുകയും ചെയ്തു. അപ്പോൾ അഭിഷേക് ശർമ്മയും അത്തരമൊരു ഫോമിലാണ് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? അഭിഷേക് ശർമ്മ ഇന്നും ഫയർ ആകട്ടെ. അല്ല, നമുക്ക് യുവരാജ് സിംഗിന്റെ ഒക്കെ 2008 ആ പ്രകടനങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ മെന്ററാണ് യുവരാജ് സിംഗ്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മത്സരങ്ങളെ ഒറ്റയ്ക്ക് ജയിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നത് പല ടൂർണമെന്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഫൈനൽ മത്സരത്തിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് ഫൈനലിൽ അടിക്കാതായി പോകുന്നുള്ള ഒരു സാധാരണമായ ഒരു ക്രിക്കറ്റ് ആരാധകന്റെ ആ ഒരു വിഷമവും അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദവും ഒക്കെയാണ് നമുക്ക് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിലൊക്കെ ഉള്ളത്. അപ്പൊ പക്ഷേ അഭിഷേക് ശർമ്മയ്ക്ക് അത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ തോന്നുന്നില്ല. യാതൊന്നും ചിന്തിക്കാതെ ആദ്യ പന്ത് മുതൽ തന്നെ അറ്റാക്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ, പലപ്പോഴും ഒരറ്റത്ത് ബാക്കിയുള്ളവരൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോഴും മറ്റൊരു വിക്കറ്റിലാണ് താൻ കളിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതിയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ ഫൈനലിൽ തുടങ്ങാനും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനും തന്നെ ആയിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. വളരെ ഫിയർലെസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ സീസണിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തുടരുക തന്നെ വേണം. പ്രത്യേകിച്ച് ആദ്യ 6 ഓവറുകൾ നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചു വരാനായിട്ട്. റൈറ്റ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഡോക്ടർ അജിത് കുമാർ, ഈ ടീമിന്റെ ഒരു കരുത്ത് അത് സംശയമില്ല അവരുടെ ഓപ്പണിംഗ് പേസ് ബോളർമാരാണ്. ഈ ഇന്ത്യൻ ടീം സ്പിന്നർമാരെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഷഹീൻ ഷാ അഫ്രീഡിയിലും ഹാരിസ് റൌഫിലും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അഫ്രീഡി ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും 9 വിക്കറ്റ് അല്ലേ? ഈ ടൂർണമെന്റിൽ 9 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് 2 പേസർമാരും. ഇന്ത്യൻ ഓപ്പണർമാർക്ക് ഈ മൂന്നാമത്തെ മത്സരത്തിലേക്ക്, അതായത് പാകിസ്ഥാനെതിരെ മൂന്നാമത്തെ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ആ പേസർമാർ ഒരു വെല്ലുവിളിയാകുമോ? അവരുടെ ഒരു ടാക്ടിക്സ് എന്തായിരിക്കും? ആദ്യമായിട്ട് അഫ്രീദി ഇന്ത്യയുടെ ആദ്യത്തെ 2 മത്സരങ്ങളും ഒറ്റ വിക്കറ്റ് എടുത്തിട്ടില്ല. അദ്ദേഹം 9 വിക്കറ്റ് എടുത്തിട്ട് മറ്റു മത്സരങ്ങളില്ല. അതെ, അതാണ് ആദ്യം പറയുന്നത്. അഫ്രീദിയാണ് അവരുടെ നമ്പർ 1 ബോളർ. അദ്ദേഹത്തിന് ഇന്ത്യയുടെ അഗൈൻസ്റ്റ് ഒറ്റ വിക്കറ്റ് കിട്ടിയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ആദ്യത്തെ മത്സരത്തിൽ ആദ്യത്തെ 2 ഓവറിന് ശേഷം അയാളെ സൽമാൻ അയാളെ കൊണ്ട് ബോൾ പോലും ജയിച്ചില്ല. രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം 4 ഓവറിൽ 40 റൺ കൊടുത്തു എന്നുള്ളത് കാണാം. അപ്പൊ അഫ്രീദി തന്നെ ഒരു ഇത്തിരി സമ്മർദ്ദത്തിലാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹം ഇത്തിരി ഓവർപിച്ച് ചെയ്തപ്പം അഭിഷേക് ബൗണ്ടറി അടിച്ചു, രണ്ടാമത് ഷോട്ട് എടുത്തപ്പം അഭിഷേക് 6 അടിച്ചു. അപ്പൊ അങ്ങനെയാണ് അവർ തമ്മിൽ ആ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെക്കാളും കൂടുതൽ സമ്മർദ്ദം പാകിസ്ഥാനി ബോളേഴ്സാണ്. ഞാൻ നോക്കുമ്പോൾ ഹാരിസ് റൌഫ് കുറച്ചുകൂടി, എനിക്ക് ആദ്യത്തെ മത്സരത്തിൽ ഹാരിസ് റൌഫിനെ എടുക്കാത്തപ്പോ തന്നെ ഒരു ഭയങ്കര ആശ്ചര്യമായിരുന്നു. കാരണം അവർ ആ സിയാം എന്നുള്ള ഓപ്പണിംഗ് ബോളർ അദ്ദേഹത്തെ കൊണ്ട് ബോൾ ചെയ്യിച്ചു. കാര്യം ശരിയാണ്, അദ്ദേഹമാണ് 3 വിക്കറ്റും എടുത്തത്. പക്ഷെ എന്നാലും ആ ഒരു ലെവലിലേക്ക് ഹാരിസ് റൌഫ് ഇന്നും ഇന്ത്യയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബോളറും കൂടിയാണ്. അദ്ദേഹത്തെ ആദ്യത്തെ മത്സരത്തിൽ കളിപ്പിക്കാത്തത് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഒരു വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, അവർ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് നല്ല കാര്യമാണ്. ഹാരിസ് റൌഫും ഇവരുള്ള ഓപ്പണിംഗ് പെയറിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഡേഞ്ചർ ഹാരിസ് റൌഫാണ്. കാരണം അഫ്രീദിക്ക് ആ ഒരു നെർവസ്നെസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും ഇവരോട് ബോൾ ചെയ്യുന്ന സമയത്ത്. കാരണം 2 മത്സരങ്ങൾ ഒറ്റ വിക്കറ്റില്ല ഇന്ത്യയുടെ അഗൻസ്റ്റ്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ സ്പിന്നേഴ്സ് കുറച്ചും കൂടി, നവാസ് വളരെ നന്നായിട്ട് ബോൾ ചെയ്യും. അവർക്കൊരു
ആ കാര്യത്തിൽ നവാസും സിയാമും കൂടി ഇവർ രണ്ടുപേരാണല്ലോ ഇപ്പോഴത്തെ അവരുടെ ഒരു സെൻസേഷൻസ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ബോളിംഗ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്. ഞാനിപ്പോ ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് എപ്പോഴും തോന്നുന്നത് പാകിസ്ഥാൻ ബോളിംഗ് വേഴ്സസ് ഇന്ത്യസ് ബാറ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോണ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. കാരണം മറ്റേ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ബാറ്റിംഗ് വളരെ ഫെയിലിയർ ആണ്, ഇന്ത്യയുടെ ബോളിംഗ് ഇസ് ഓൾവേസ് ഓൺ ടോപ്പ്. അപ്പൊ ഇന്ത്യൻ ഫെയിലിംഗ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ പാകിസ്ഥാൻ ബോളേഴ്സിനെ ടാക്കിൾ ചെയ്യും. ആദ്യത്തെ സോണി പറഞ്ഞ പോലെ പവർ പ്ലേയില് 6 ഓവേഴ്സിൽ എങ്ങനെ എന്താണ് എത്ര സ്കോർ ചെയ്യും. കാരണം ഇതുവരെ എല്ലാ മത്സരത്തിലും 70 റണ്ണാണ് നമ്മുടെ ആവറേജ് ഈ ഇന്ത്യയുടെ പവർ പ്ലേയില്. ആ ആവറേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ വിജയ സാധ്യതയും. അപ്പൊ അങ്ങനത്തെ ഒരു മത്സരത്തിൽ ആദ്യം നമ്മൾ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം ബാറ്റ് ചെയ്താൽ കൂടുതൽ സമ്മർദ്ദവും ഉണ്ടാവും. കാരണം ഒരു 1 ടോട്ടലിലേക്ക് നമ്മൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് ഏറ്റെടുക്കും. എന്നാൽ അവര് കഴിഞ്ഞ തവണ ദുബായിൽ 172 റണ്ണ് നമ്മൾ ഒരു ഓവറിൽ കൂടുതൽ 7 ബോൾ ബാക്കിയുണ്ടാവുമ്പോൾ നമ്മൾ വിജയിച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം താങ്കൾ പറഞ്ഞ ഒരു ചോദ്യത്തോട് തിരിച്ചു പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ബോളേഴ്സിൽ അവരുടെ പേസ് ബോളേഴ്സിന്റെ സമ്മർദ്ദത്തിൽ തന്നെയാണ്. കാരണം ഇന്ത്യൻ ബാറ്റ്സ്മാരുടെ ഫോം ആ ലെവലിലാണ്. റൈറ്റ്. അതാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ ഫോം ആ ലെവലിലാണ്. എന്തായാലും വിനു അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വിനു, ഈ പാകിസ്ഥാൻ എതിരാളി വരുമ്പോൾ എപ്പോഴും അതൊരു ആവേശമാണ്. വിനു അങ്ങനെയാണ് തോന്നാറുള്ളത്? വിനുവിനും അങ്ങനത്തെ ഒരു ആവേശം എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഓപ്പോസിറ്റ് റൈവലായിട്ട് വരുമ്പോൾ ഇത്രമാത്രം ആവേശം വിനു? അല്ല, അത് ഞാൻ ഇപ്പൊ കുറച്ചും കൂടി പറഞ്ഞുതരാം. അത് ഉറപ്പായിട്ടുണ്ടാവും. കാരണം നമുക്കൊരു സ്പിരിറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് വേറെ ഏതൊരു ടീമുമായിട്ടും ഇന്ത്യ കളിക്കുമ്പോഴും നമുക്ക് കളി കണ്ടുണ്ടാവുന്ന ഒരു സ്പിരിറ്റാണ്. ചില കളികൾ ഭയങ്കര എന്താ പറയാ ഭയങ്കര സമ്മർദ്ദത്തിലൊക്കെ ഇങ്ങനെ ഒരു കൊണ്ടെത്തിക്കുന്ന ആ കളികളാണ്. പക്ഷെ ഒരു ഗെയിം ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യ ഗെയിം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമുക്കൊരു ഇമോഷണൽ കണക്റ്റും കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ മാച്ചസിൽ. കാരണം അത് പ്ലെയേഴ്സിനായാലും ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. കാരണം ബാക്കി ഏത് ഗെയിം കളിക്കുന്ന ആൾക്കാരും അതിൽ ഫോം ആവാത്ത ആൾക്കാർ പോലും ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ എങ്ങനെയും അവർ ആ ഒരു സ്പിരിറ്റ് ഇമോഷണലി ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്പിരിറ്റ് ഭയങ്കരമായിട്ട് എനർജിയും അവർക്ക് അവിടെ ഫീൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് 100% ഈ ഇന്ത്യക്ക് സ്പിരിറ്റ് ഉണ്ടാവും. ആ സ്പിരിറ്റ് ഇതിൽ വർക്ക്ഔട്ട് ആവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരി, എന്തായാലും ടോസിനുള്ള സമയമാകാൻ പോവുകയാണ്. ഏതാണ്ട് 3 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അല്പസമയത്ത് നമുക്കറിയാം ടോസ് അത് നിർണായകമാകും എന്നുള്ളത്. മിനു തന്നെ പറയട്ടെ. മിനു, ഈ ടോസ് നിർണായകമാകും, അവിടുത്തെ ഒരു പിച്ചൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കരുതുന്നത്? ടോസ് അത്രമാത്രം ഒരു ഫാക്ടറാണോ മിനു? എനിക്ക് തോന്നുന്നു ടോസ് നിർണായകം ആവുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂലമായിട്ട് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നമ്മൾ ടോസ് കിട്ടി ഇപ്പോൾ ഏതാണെങ്കിൽ പോലും നമ്മുടെ ടീം നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ ടോസ് കിട്ടിയാൽ നല്ലതാണ്. എങ്കിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഏതൊരു ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ബാറ്റിംഗ് ആണെങ്കിലും ബൗളിംഗ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ മികച്ച രീതിയിൽ ചെയ്യാനുള്ള താരങ്ങൾ നമ്മുടെ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര വലിയ രീതിയിലൊരു ടോസ് ഒരു മാറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, മിനുവിൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ സോണി ചെറുത്തൂരിലേക്ക്. സോണി ഇപ്പോൾ ഉള്ളത് ദുബായിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സോണി, എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ? ഈ ടോസ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണോ? സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് അവിടെ ഒരു ആധിപത്യം ഉണ്ടായി കണ്ടിട്ടുണ്ട് ദുബായ് സ്റ്റേഡിയത്തിൽ. പക്ഷേ അത് അത്രമാത്രം ഒരു ഫാക്ടറാണോ? ഇനി ഫൈനൽ ആയതുകൊണ്ട് അതൊരു കൂടുതൽ ഫാക്ടറായി പ്രൊജക്ട് ചെയ്ത് വന്നേക്കാം. അല്ല, പലപ്പോഴും ഫൈനലിലേക്ക് വരുന്ന സമയത്ത് ചേസ് ചെയ്യാന്നുള്ളതിന്റെ സമ്മർദ്ദം അല്പം കൂടിയെങ്കിൽ മാത്രമാണ്. പക്ഷെ പൊതുവെ T20 ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ഇവിടെ ദുബായ് സ്റ്റേഡിയത്തിലും ഒക്കെ തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു നേരിയ മുൻതൂക്കം ഉണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്. അവിടെ വ്യൂവിന്റെ വലിയ ഫാക്ടറുകൾ ഉണ്ടാകുന്നത് മാത്രമല്ല, പൊതുവെ ആ ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് വിക്കറ്റ് മാറുന്നത് പല സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് വലിയൊരു ഫാക്ടറായിട്ട് ഈ ഫൈനൽ മത്സരത്തിലേക്ക് മാറുമോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോസ് കിട്ടിയാൽ ആദ്യം ബോൾ ചെയ്യാം, അതൊരു നേരിയ മുൻതൂക്കം നൽകും. പക്ഷെ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല ടോട്ടലിലേക്ക് എത്തിയാൽ അത് ഡിഫെൻഡ് ചെയ്യാൻ തക്ക ആ ഒരു ബോളിംഗ് കരുത്ത് നമുക്കുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ വ്യക്തമാണ്. ബുംറയും 2 സ്പിന്നേഴ്സും അക്ഷർ പട്ടേലും കൂടിയൊക്കെ വരുന്ന സമയത്ത് ഏത് വലിയ ബാറ്റിംഗ് നിരയും പിടിച്ചു കെട്ടാൻ, പ്രത്യേകിച്ച്
റെഗുലർ ഇന്റർവെൽസിൽ വിക്കറ്റ് നേടാൻ തക്ക കരുത്തുള്ള ബോളേഴ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മികച്ചത് പുറത്തെടുത്താൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാവാൻ സാധിക്കുക. റൈറ്റ്. സോണി, ഒരു കാര്യം കൂടി, ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് പറയാമോ? ഇനി മറ്റൊന്ന്, എത്രയാണ് ഒരു ടാർഗറ്റ് ആയിട്ട് സോണി ഫിക്സ് ചെയ്യുന്നത് ഈ മത്സരത്തിൽ, ഈ ഫൈനലിൽ? ഇവിടെ ഇപ്പോഴും ചൂട് അങ്ങനെ വല്ലാതെ കുറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു വലിയ ഫാക്ടറായിട്ട് മാറില്ല. ആദ്യം ബോൾ ചെയ്യുന്ന സമയത്ത് ഒരു നേരിയ ബുദ്ധിമുട്ട് ഉണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും, അല്ലെങ്കിൽ കാലാവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഫൈനലിൽ എത്തിപ്പെടുന്നത്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം 170 മുകളിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. പാകിസ്ഥാൻ അത്തരത്തിലുള്ള ടോട്ടലിലേക്ക് എത്തി രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കളിക്കുന്നത് ഇന്ത്യക്കെതിരെയാണെന്ന് അവര് കഴിഞ്ഞ മത്സരത്തിൽ ഒന്ന് മറന്നുപോയിരുന്നു. പക്ഷെ 170 ഈ ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല ടോട്ടൽ തന്നെയായിരിക്കും. അത് ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും രസകരമായിരിക്കും മത്സരം. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സോണി ചെറുവത്തൂരാണ്. സോണിക്ക് ഒരു അത്യാവശ്യം മറ്റൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. താങ്ക് യു സോണി ഫോർ ജോയിനിങ്. എന്താണെങ്കിലും ദുബായിലാണ് സോണി ഉള്ളത്. സോണിക്കും ഈ പറയുന്ന പോലെ കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് സോണിനെ വിടുന്നത്. എന്തായാലും കൂടുതൽ ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറ്റുള്ള അതിഥികളിലേക്ക് വരാം. ഡോക്ടർ അജിത് കുമാർ, ഈ നമ്മൾ ടോസിലേക്ക് പോവുകയാണ്. ടോസിൽ സൂര്യകുമാർ യാദവും സൽമാൻ അഗയും എന്താണ് തീരുമാനമെടുക്കുന്നത് നമുക്ക് കാത്തിരിക്കാം. ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് താങ്കളുടെ ഒരു എക്സ്പെക്ടിങ് ടാർഗറ്റ് എന്താണ് ഈ മത്സരത്തിൽ? ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നാൽ സൂര്യകുമാർ ടോസ് വിൻ ചെയ്ത് ബോളിംഗ് ലെഗ് ചെയ്ത് കഴിഞ്ഞു. യെസ്, എക്സാക്ട്ലി. ടോസ് വിൻ ചെയ്തു, ബോളിംഗ് ലെഗ് ചെയ്ത് കഴിഞ്ഞു. യെസ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ടോസ് നേടിയ ഇന്ത്യ ഫൈനലിൽ, ഏഷ്യ കപ്പ് ഫൈനലിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. അതായത് പാകിസ്ഥാന് അത് ഒരു അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് ചേസിംഗിലുള്ള റെക്കോർഡ് അത് ഗംഭീരമാണ്. ദുബായ് സ്റ്റേഡിയത്തിലെ റെക്കോർഡ് അതും ഗംഭീരമാണ്, അല്ലേ ഡോക്ടർ അജിത് കുമാർ? തീർച്ചയായിട്ടും. അതിപ്പോ ആദ്യത്തെ 2 മത്സരങ്ങളുടെ ഒരു റിപ്പീറ്റ് ഈ മത്സരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വൺ മോർ തിങ്, ഇപ്പൊ ആദ്യം ടോസ് ഫീൽഡിംഗ് ലെഗ് ചെയ്യുക എന്ന് പറഞ്ഞത് തന്നെ അത് നല്ലൊരു കാരണം. പ്രത്യേകിച്ച് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് ഫീൽഡിംഗ് ആദ്യം ചെയ്യുന്നതാണ് ബെറ്റർ, ചേസ് ചെയ്യുന്നതാണ് ബെറ്റർ. അത് മാത്രം വേറൊരു ചെറിയ പ്രധാനപ്പെട്ട കാര്യം, ഈ പാകിസ്ഥാന്റെ ബാറ്റിംഗ് വളരെ സസ്പെക്ട് ആണ്. ഞാൻ അത് ഏറ്റവും കൃത്യമായിട്ട് കണ്ടത് ആ ബംഗ്ലാദേശ് മാച്ചിലാണ്. അവർ 135 റണ്ണേ എടുത്തുള്ളൂ. ആ മത്സരം കണ്ടപ്പോഴാണ് വേണ്ടത്. അപ്പൊ ശിവം ദുബെ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പൊ ടീമിനും അനൗൺസ് ചെയ്തു കൃത്യമായിട്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ശിവം ദുബെ ഹാസ് ടേക്കൻ പാണ്ഡ്യ പ്ലേസ്. അപ്പൊ അതും കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് ടീമിസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു മത്സരം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ടോസ് ഒരു ഫാക്ടറാണ്. കാരണം ഈ പാകിസ്ഥാന്റെ ഓപ്പണിംഗ് ബാറ്റിംഗ് വീക്ക് തന്നെയാണ്. ഇന്ത്യയായിട്ട് ആ ഒരു ഫർഹാന്റെ ഒരു ക്യാമിയോ കാരണം ഒരു 172 എത്തിയെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മുടെ ബോളിംഗ് കൃത്യമായിട്ടും വളരെ ഇഫക്റ്റീവ് ആയിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാന് 150 പോലും എത്താൻ പറ്റുന്നു. എന്റെ ഒരു അനുമാനം അതാ. ഡോക്ടർ അജിത് കുമാർ, ടീമിൽ ഒരു അപ്ഡേഷൻ ഉണ്ട്. ഹാർദിക് പാണ്ഡ്യ മിസ്സസ് ഔട്ട്, ഹർഷിത് ആൻഡ് അർഷദീപ് ഓൾസോ, റിങ്കു സിംഗും ദുബൈയും വരുന്നു. എന്ത് തോന്നുന്നു? റിങ്കു സിംഗിനെ ടീമിൽ തിരിച്ചെടുത്തിരിക്കുകയാണ്. അതെ, 3 ചേഞ്ചസ് ആണ്. റിങ്കു സിംഗ്, എന്താ പറഞ്ഞ ശിവം ദുബെ ആൻഡ് ബുംറ ഹാവ് കം. അർഷദീപ്, ഹർഷിത് റാണ ആൻഡ് പാണ്ഡ്യ, അവർ 3 പേരില്ല. 3 ചേഞ്ചസ് ആണ് ഇന്ത്യൻ ടീമിലുള്ളത്. അല്ല, അപ്പോൾ ഓക്കെ, താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ റിങ്കു സിംഗിന്റെ വരവ് അത് ഏത് തരത്തിൽ, ഏത് റോളിലേക്ക്, ഏത് പൊസിഷനിലേക്ക് പോകും അപ്പോൾ റിങ്കു സിംഗ് നമ്പർ 6 വരും, യാതൊരു സംശയമില്ല. ഇപ്പൊ അദ്ദേഹം ആക്ച്വലി ഈസ് എ ബാറ്റിംഗ് ഓൾറൗണ്ടർ. ബോൾ ചെയ്തു ശ്രീലങ്കയായിട്ട് അന്നൊരു ഫാന്റാസ്റ്റിക് ബോളിംഗ് പെർഫോമൻസ് റിങ്കു ഇട്ടെങ്കിലും അദ്ദേഹത്തെ ഒരു ബോളറായിട്ട് ആരെയും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് ഒരു എക്സ്പേർട്ട് ഫീൽഡിംഗ് ആണ്. നമുക്ക് കണ്ടല്ലോ 2 വിക്കറ്റിൽ ആദ്യത്തെ വിക്കറ്റ് പെരേറയുടെ ക്യാച്ച് റിങ്കു ആണ് എടുത്തത്. നമ്മൾ ആ ശ്രീലങ്കയായിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആ ഓവറിൽ. പക്ഷെ അത് നോക്കുമ്പോൾ റിങ്കുവിന്റെ പ്രസൻസ് ഓൾവേസ് ബി ഗുഡ്. കാരണം ബാറ്റിംഗ് ഇപ്പൊ നമ്മളിപ്പോ വളരെ ഇഫക്റ്റീവ് ആണ്. ദുബൈ വിൽ ഓപ്പൺ ദ ബോളിംഗ് ആയിരിക്കും, അങ്ങനെയായിരിക്കും പ്ലാൻ. ഇപ്പൊ ദുബൈ പാണ്ഡ്യയുടെ പകരം ദുബൈ വിൽ ഓപ്പൺ ദ ബോളിംഗ് വിത്ത് ബുംറ. അതായിരിക്കും എനിക്ക് തോന്നുന്ന മനസ്സില് ഇന്ത്യൻ ടീമിന്റെ തിങ്ക് ടാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്.
എക്സാക്ട്ലി അത് തന്നെയാണ് കരുതുന്നത്. എന്താണെങ്കിലും ഇന്ത്യയുടെ ടീമിന്റെ ആലോചന അതെന്താണ്, റിങ്കു സിംഗിന് ആദ്യ അവസരം ലഭിക്കുന്നു ഫൈനൽ മത്സരത്തിൽ എന്നതാണ്. ഏഷ്യാകപ്പിൽ ഇതുവരെ ഒരു അവസരം ലഭിക്കാത്ത റിങ്കു സിംഗ് ഇതാ ഫൈനലിൽ കളിക്കാൻ പോകുന്നു ഇന്ത്യക്ക് വേണ്ടി. ഹാർദിക് പാണ്ഡ്യയുടെ സാന്നിധ്യമില്ല, ഹാർദിക് പാണ്ഡ്യ ഇല്ല, പകരം എത്തുന്നത് അവിടെ ശിവൻ ദുബെയും റിങ്കു സിംഗുമാണ്. ജസ്പ്രീത് ബുംറ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്താണെങ്കിലും പാകിസ്ഥാന് ടോസിന്റെ ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഡോക്ടർ അജിത് കുമാറിലേക്ക് തന്നെ വീണ്ടും. ഡോക്ടർ അജിത് കുമാർ, ടോസ് വളരെ നിർണായകമാണ്, നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ടോസിൽ ഇന്ത്യക്ക് ആനുകൂല്യം ലഭിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഇനിയുള്ള ലക്ഷ്യം എന്താണ്? പാകിസ്ഥാനിന്റെ ബാറ്റിംഗ് നിര അതത്ര സ്റ്റേബിൾ ഒന്നും ആയിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഫർഹാന്റെ ഒരു ക്യാമിയോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊന്നും തന്നെ കാര്യമായി ഇന്ത്യക്കെതിരെ ഉണ്ടായിട്ടില്ല. പിന്നീട് അവർ മെച്ചപ്പെട്ടു എങ്കിൽ പോലും പാകിസ്ഥാനെ പവർ പ്ലേയിൽ പിടിച്ചു കിട്ടാൻ ഏറ്റവും നല്ല ബോളർ ആരാണ് ഇന്ത്യയുടെ? അല്ല, എനിക്ക് തോന്നുന്നത് ശിവം ദുബെ തന്നെ ബോൾ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശിവം ദുബെ വിൽ ബോൾ വിത്ത് ബുംറ. കാരണം അതാണ്. പിന്നെ അത് മാത്രം സാധാരണ 4 ഓവറിന് ശേഷം സൂര്യകുമാർ ഈ സ്പിന്നേഴ്സിനെ കൊണ്ടുവരും. വരുണിനെ കൊണ്ടും അക്സറിനെ കൊണ്ടും ഓരോ ഓവർ വെച്ച് അദ്ദേഹം ബോൾ ചെയ്യിക്കാറുണ്ട്. അപ്പൊ അതും ഇത്തവണ നടക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തില് ഫർഹാൻ ഒന്ന് ബുംറ അടിച്ചതുകൊണ്ട് എവറി ഡേ ഇസ് നോട്ട് ഗോയിങ് ടു ബി എ സൺഡേ, അത് യാതൊരു സംശയമില്ല. അന്നൊരു മേ ബി ബുംറ ഓവർ കോൺഫിഡന്റ് ആയിരിക്കാം, അദ്ദേഹത്തിന്റെ ബോളിംഗ് ഇത്തിരി വീക്കാണെങ്കിലും ആ ഒരു പെർഫോമൻസ് ഫർഹാനൊന്നും ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫർഹാന്റെ പ്രത്യേകിച്ച് ബംഗ്ലാദേശിലുള്ള പെർഫോമൻസ് ഒരിക്കലും ഒരു ഇൻസ്പയറിംഗ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് ഇല്ല, അത് യാതൊരു സംശയമില്ല. പിന്നെ അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ ഫസ്റ്റ് 5 ബാറ്റ്സ്മാൻമാർ ശരിക്കും കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്തിട്ടില്ല ഒരു മത്സരത്തിലും. നമ്മളെടുത്ത് അവരെ കംപ്ലീറ്റ് അവരെ ഓരോ മത്സരം നമ്മൾ എടുത്തു നോക്കിയാൽ ക്രൂഷ്യൽ മത്സരങ്ങളൊന്നും അവര് ടോപ്പ് ഓർഡർ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നാം കാണുന്നത്. ക്യാപ്റ്റൻ തന്നെ അസ്ഗർ തന്നെ അത്രയും വലിയ ഫോമിലൊന്നും അല്ല. അദ്ദേഹം ആകെ ഒരു മത്സരത്തിൽ മാത്രമേ കുറച്ച് നന്നായിട്ട് കളിച്ചു എന്നല്ലാതെ അവർ ആരും തന്നെ ഈ ടൂർണമെന്റിൽ ഒരു കൺവിൻസിംഗ് ആയിട്ടൊരു സ്കോറിംഗ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബോളിംഗ് എത്രയോ സ്റ്റേബിൾ ആണ്. അപ്പൊ ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബോളിംഗ് നമുക്ക് ഉണ്ടാവുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ 150 എന്നുള്ളത് എത്തിയാൽ തന്നെ ഭാഗ്യമായിരിക്കുന്നതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ. റൈറ്റ്, ഓക്കെ. ഡോക്ടർ അജിത് കുമാർ, നമുക്ക് ഈ ആരാധകരുടെ ആവേശം കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ ആരാധകരുടെ ആവേശത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വി അരുൺ തിരുവനന്തപുരത്ത് ആര്യനാട് നിന്നും ചേരുന്നുണ്ട്. ഒരു പറ്റം ക്രിക്കറ്റ് ആരാധകരുമായി. അരുൺ, ഈ ഇന്ത്യ പാക് മത്സരത്തിന്റെ ആവേശം, അത് ഫൈനലിന്റെ ആവേശം, അത് എത്രത്തോളം ഉണ്ട് അവിടെ? ഇന്ത്യയുടെ ക്രിക്കറ്റ് മത്സരങ്ങൾ എപ്പോഴും ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശമാണ്. അത് പാകിസ്ഥാനാണ് എതിരാളിയെങ്കിൽ ആവേശം ഒന്നുകൂടി കൂടും. ഏതായാലും 2 മത്സരങ്ങളിൽ തുടർച്ചയായി പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇപ്പോൾ ഫൈനലിൽ, ഏഷ്യാ കപ്പിന്റെ ഫൈനലിലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. അപ്പോൾ സ്വാഭാവികമായും ഇത്രയധികം വർഷത്തിന് ശേഷം, 40-ലേറെ വർഷത്തിന് ശേഷം ഒരു മത്സരം, ഇന്ത്യ പാക് മത്സരം വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ആവേശം മറ്റു തലത്തിലാണ്. ആ ഒരു ആവേശത്തിൽ പങ്കിടാൻ, ആവേശത്തെ നമ്മോട് സംസാരിക്കാൻ ഒരു കൂട്ടം ക്രിക്കറ്റ് പ്രേമികൾ അവരുടെ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഞായറാഴ്ച സ്വാഭാവികമായും ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അവധി ദിവസം എത്ര സമയം കളിക്കാൻ വരും അത്രയും കളിക്കുന്ന ദിവസമാണ്. ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്, അതും ഏഷ്യാ കപ്പിന്റെ ഫൈനൽ. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ആണോ? കഴിഞ്ഞ 2 കളി ഇന്ത്യ ജയിച്ചു, ഫൈനലിലോ തന്നെ ഈ കളിയും ജയിക്കും, വേറെ ഓപ്ഷൻ ഇല്ല. എന്താണ് ഇന്ത്യയുടെ ആരായിരിക്കും ഇന്ത്യക്ക് ഇന്ന് ഫോം ആകാൻ പോകുന്നത്? ഇന്ന് എല്ലാരും അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ, എല്ലാരും അത് അത്രയല്ല ഫോമിലെല്ലാം തോന്നുന്നല്ലേ? ഇന്നടിക്കും. രോഹിത് ശർമ്മ അടിച്ച പോലെ ഇന്നടിക്കും. രോഹിത് പോലെ. പാകിസ്ഥാൻ ടീം എങ്ങനെയുണ്ട്? പാകിസ്ഥാൻ ടീം പോരാ, ഇന്ത്യയുടെ എത്തൂലല്ലേ? എന്താ പഴയ ടീം പോലെ ഒന്നും ഇല്ല? പഴയ ടീം പോലെ അല്ല. ഇന്ത്യ തന്നെ ഇതാണ് കപ്പടിക്കും, ഈസിയായിട്ട് അടിക്കും. ശ്രീലങ്കയൊക്കെ ഇന്ത്യയെ അക്ഷരാർത്ഥത്തില് വിറപ്പിച്ചു. ശ്രീലങ്കയൊക്കെ. അപ്പൊ പാകിസ്ഥാൻ ഇന്ന് ആദ്യം ഇന്ത്യയുടെ കളിച്ച പാകിസ്ഥാൻ അല്ല, പിന്നീട് പാകിസ്ഥാൻ ഫോമായി വരെയാണ് കുറച്ചുകൂടി. ഇന്ത്യ അതുപോലെ ഫോമായി വരെയാണ്. ഇന്ത്യക്കും കഴിഞ്ഞ കളി സൂപ്പർ ഓവറിൽ രക്ഷപ്പെടുകയാണ്. അതിൽ കാര്യമില്ല, കാരണം കഴിഞ്ഞ കളിയിൽ മെയിൻ ബോളറായ ബുംറ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അല്ലാതെ ബുംറ 2 കളിയിലും നന്നായിട്ട് അടിച്ചിട്ടുണ്ട് അവര്. അത് കുഴപ്പമില്ല, ഫൈനലിൽ പകരം നല്ലതുപോലെ എറിഞ്ഞോളും. ഫോമിൽ തിരിച്ചു വരും. അതെ, തീർച്ചയായിട്ടും തിരിച്ചു വരും. ഒരു കളിയിൽ അടിക്കുന്നത് നല്ലതാണ്, അപ്പോഴേ അടുത്ത കളിയിൽ കുറച്ചുകൂടെ ഊർജ്ജമായിട്ട് എറിയാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻ ഭയങ്കര മോശം ടീമാണ്. ഇപ്പോഴെന്താണ്? മോശം ടീമൊന്നുമല്ല, അത്യാവശ്യം നല്ല ടീമാണ്. പിന്നെ അവരുടെ ഒരു അഹങ്കാരം, ഇന്ത്യയെ തറ പറ്റിച്ച് കളയാമെന്നുള്ള ഒരു അഹങ്കാരം, അത് ഇന്ത്യ വെട്ടിക്കൊടുക്കുന്നില്ല. അവർക്കും വേണ്ടേ? അവരും കളിക്കാൻ വരുന്നവരില്ല, അവരും കപ്പടിക്കാൻ വരുന്നവരില്ല, അവര് അഹങ്കാരം കാണിക്കണ്ടേ? അതൊരു ഓവറായി. ഇന്ത്യൻ ടീമല്ലേ ശരിക്കും ആദ്യം പോയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാതൊക്കെ? അതൊക്കെ ഒരു നിങ്ങൾ കളിക്കുന്നവരല്ലേ? നിങ്ങളൊരു മാച്ച് കളിച്ച് നിങ്ങൾ കൈ കൊടുക്കില്ലേ? നിങ്ങൾക്ക് എന്താണ്? തീർച്ചയായിട്ടും കൊടുക്കും. അത് മോശമായി പോകുന്നത് തെറ്റാണ്, 100% തെറ്റാണ്. എങ്കിൽ അവർ കളിക്കാൻ പാടില്ലായിരുന്നു.
എങ്കിൽ കളി വേണ്ടാന്ന് വെക്കണമായിരുന്നു. ഇന്ത്യൻ ടീം അതെ അതെ, അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ കളി വേണ്ടാന്ന് വെക്കണമായിരുന്നു. നേരത്തെ ഉള്ള ഇന്ത്യൻ ടീം, പാകിസ്ഥാൻ ടീമില്ലേ, വസീം അക്രമത്തിന്റെ കാലത്തായാലും ശേഷം വന്ന ആ സമയത്തൊക്കെ ഉള്ള ടീമാണ്. അതിന്റെ ഒന്നും അർത്ഥത്തിൽ ഒരിക്കലും പാകിസ്ഥാന് പറ്റുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴും? അവര് പോലും ജയിച്ചിട്ടില്ല, പിന്നെയാണ് ഈ ടീം ഒന്ന് ജയിക്കാൻ പോണത്. അവരൊക്കെ ജയിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് വേൾഡ് കപ്പിൽ നോക്കിച്ചിട്ടില്ല. അധികം ജയിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ ടീം ഒട്ടും എത്തുന്നില്ലല്ലേ? ഈ സഞ്ജു സാംസൺ സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ കളിക്കാൻ ജയിക്കണോ? കളി ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. ഈ ഫൈനലിൽ സഞ്ജു ആണ് കളിക്കേണ്ട. ഇതിനും പാകിസ്ഥാനോട് കളിച്ചപ്പോഴോ സഞ്ജു അത്ര ടച്ച് ആയിരുന്നില്ല. അത് ഒരു പ്ലെയറിന് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഇറക്കേണ്ട. കളികൾ വരുമ്പോ എല്ലാ തവണയും കളിപ്പിക്കണം, എന്നാലും പൊസിഷനിൽ കളിപ്പിക്കണം അല്ലേ? ആ ഒരു പൊസിഷനിൽ ഇറക്കണം. ഏതാണ്ട് ഇപ്പൊ 8ാമത് വരെ ആയിട്ടുണ്ട്. ഓ, ആ അവസരം കൊടുക്കും തോറും ഒരു പ്ലെയറിന്റെ കഴിവ് കണ്ടോണ്ടിരിക്കും. ഇത് സഞ്ജുവിന് അവസരമില്ല, ഇന്ത്യൻ ടീമിൽ അവസരമില്ല. ഇന്ന് സഞ്ജു എപ്പോഴേക്ക് ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നു? അവര് ഇറക്കിയാൽ അത്രേ പറയുന്നുള്ളൂ, ഉറപ്പൊന്നുമില്ല. അവര് ഇറക്കി ഓപ്പണിംഗ് ഇറക്കിയാലും അവൻ കളിക്കും. ഇന്ന് എവിടെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത്? എവിടെ ഇറക്കിയാലും കളിക്കുമെന്ന് കഴിഞ്ഞാൽ തെളിയിച്ചു. ഇറക്കിയാൽ കളിക്കും. സഞ്ജുവിന് ഓപ്പണിംഗ് ഇറക്കിയാൽ സഞ്ജു കളിക്കും. സഞ്ജു ഏത് പൊസിഷനിൽ വരും? ഫസ്റ്റ് ഓപ്പണിംഗ് വരുമോ? ഗില്ല് മാറി കൊടുക്കും? ചാൻസ് ഇല്ല, ചാൻസ് കുറവാണ്. എന്നാലും വൺ ഡൗൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. വൺ ഡൗൺ ചാൻസ് ഉണ്ട്. സൂര്യകുമാർ യാദവിന് ചാൻസ് ഉണ്ട്. സഞ്ജുവിന്റെ ഒരു വിക്കറ്റ് കീപ്പിംഗ് ഒക്കെ വേറെ ലെവലിലേക്ക് മാറുന്നില്ലേ? മികച്ച രീതിയിലാണ് വിക്കറ്റ് കീപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സഞ്ജു. ഇനിയും അങ്ങനെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൌളിംഗ് ഇന്ത്യയുടെ സ്പിൻ 3 പ്രധാനപ്പെട്ട ബൌളേഴ്സ്, സ്പിൻ ത്രയോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം കുൽദീപ് ഉണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്, അക്ഷർ പട്ടേൽ ഉണ്ട്. അവരിൽ വലിയ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, അവരും മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നു. 3 പേരുണ്ട്. വരുൺ ചക്രവർത്തി. വരുൺ ചക്രവർത്തി IPL കുറച്ചുകൂടെ കളിക്കാൻ പാടും. പക്ഷെ കഴിഞ്ഞ കളിയിലൊക്കെ വരുൺ ചക്രവർത്തി അവർ തെരഞ്ഞുപിടിച്ച് അടിക്കുമ്പോൾ തോന്നുന്നുണ്ടല്ലേ? കളിയാകുമ്പോൾ എല്ലാ കളിയിലും നമ്മൾ ഒരുപോലെ കളിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാ ദിവസവും. അജന്ത മെൻഡിസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ വന്ന് ഭയങ്കര ഇതായിരുന്നു. ആദ്യം ഇന്ത്യ അങ്ങ് നശിപ്പിച്ചതാണ്. അതുകൊണ്ട് ഓരോ ദിവസത്തെ കളി പോലെ ഇരിക്കുമല്ലോ. അതാണ്, ഓരോ ദിവസത്തെ കളി പോലെ ഇരിക്കും. അതാണ് BB അരുൺ അവിടെ ആയനാട്ടുള്ള ക്രിക്കറ്റ് ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ പ്രശാന്ത് അലക്സാണ്ടർ നമ്മളിപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ചലച്ചിത്ര ലോകത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗും നിറസാന്നിധ്യമായിരുന്നല്ലോ. ക്രിക്കറ്റിനോട് വലിയൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ ആളുകളായി തന്നെ. അപ്പോൾ എന്നാലും ഇന്ത്യക്കാണ് ടോസ്. ഇന്ത്യ പാകിസ്ഥാനെ ആദ്യം ബാറ്റ് ചെയ്യാൻ അയച്ചിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ പ്രശാന്ത്? ഏറെ പ്രതീക്ഷയോടെയാണ് ഈ മാച്ചിനെ കാണുന്നത്. ചേസ് ചെയ്യാൻ ഇന്ത്യ എപ്പോഴും ഒരു മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫൈനലിൽ വളരെ ശരിയായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ടോസ് ലഭിച്ച് എതിരാളികളെ ബാറ്റിങ്ങിന് അയച്ച് ടാർഗറ്റ് മുന്നിൽ വെച്ച് അത് ചേസ് ചെയ്ത് വിജയത്തിലേക്ക് എത്തുക എന്നുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജി വളരെ കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഏതാണ് ഈ ടീമിലൊരു ഏറ്റവും ഗംഭീര പ്ലെയർ, എക്സ് ആയിട്ടുള്ള ഫാക്ടർ ആവാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ ഓപ്പണർ അഭിഷേക് ആണ്. ഈ ടൂർണമെന്റിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ഓപ്പണിങ് സ്ഫോടനാത്മകമാണ്. അദ്ദേഹം ക്രീസിലുള്ള സമയത്ത് എതിർ ടീമിലെ ബോളർമാർക്ക് ഒരിക്കലും മനസ്സമാനത്തോടെ ബോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടുള്ള ബാറ്റിംഗ് നേരം ഒക്കെ തന്നെ ഒരു പ്ലെയറിനെ പോലും നമുക്ക് എതിർ ടീമിലെ ബോളർമാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്ലെയർ പോലും ശുഭ്മാൻ ഗിൽ ഒഴികെ ഒരു പ്ലെയർ പോലും ഇപ്പോഴും ടീമിലില്ല. ഗില്ല് ഇതുവരെ ശോഭിച്ചില്ലെങ്കിലും ഗില്ലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഏത് സമയവും അദ്ദേഹവും ഫോമിലേക്ക് തിരിച്ചെത്താവുന്ന ഒരവസ്ഥയാണുള്ളത്. തിലക് വർമ്മ കഴിഞ്ഞ കളിയിൽ മികച്ച ഫോമിലെത്തി. സഞ്ജു സാംസൺ ആദ്യത്തെ മാച്ച് തൊട്ട് തന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി വളരെ കൃത്യമായി ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് അവസാന ഓവറുകളിലേക്ക് എത്തിയിട്ട് അടിച്ച് തകർക്കുക എന്നുള്ളതായിരിക്കണം സഞ്ജു സാംസന്റെ മേലിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ടായിരിക്കാം മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തിനെ കീപ്പ് ചെയ്തേക്കുന്നത്. അപ്പോ ഇന്ന് റിങ്കു സിംഗ് കളിക്കുന്നുണ്ട്. റിങ്കു സിംഗും ഈ പറഞ്ഞ പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. എതിർ ടീമില് നമ്മളെപ്പോഴും പാകിസ്ഥാൻ ടീമിനെ കാണുന്നത് മികച്ചൊരു ബോളിംഗ് നിരയായിട്ടാണ്. പക്ഷെ ഈ ടൂർണമെന്റിൽ നമുക്ക് അത്ര ശക്തമായ ഒരു ബോളിംഗ് നിരയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ആദ്യം ബാറ്റ് ചെയ്തത് വലിയൊരു നാണക്കേടിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ ശക്തി വെച്ച് നോക്കുമ്പോൾ. പിന്നെ ക്രിക്കറ്റാണ്, അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. എന്നിരുന്നാലും കടലാസിൽ ഇന്ത്യ വളരെ സ്ട്രോങ് ആണ് ഇൻ ടേംസ് ഓഫ് ബാറ്റിംഗ്. ഈ ഹാർദിക് പാണ്ഡ്യ ഇന്നില്ല പ്രശാന്ത്, അത് ഒരു തിരിച്ചടിയാകുമോ? ഹാർദിക് പാണ്ഡ്യ ഒരു ടീമിന്റെ ബാലൻസ് നിലനിർത്തുന്ന ഒരു പ്ലെയർ ആണ്, ഒരു മികച്ച ഓൾറൗണ്ടർ ആണ്.
ഹാർദിക്കിന് പകരം വന്നിരിക്കുന്നത് റിങ്കു സിംഗ് ആണ്. അദ്ദേഹം ഒരു ഓൾറൗണ്ടർ അല്ല. അപ്പൊ നമ്മളൊരു ഓൾറൗണ്ടറെ ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. എന്നാലും അതൊരു വലിയ തിരിച്ചടിയാവാൻ, അതായത് ഇന്ത്യക്ക് ചലഞ്ച് നൽകുന്ന ഒരു ടീം ഇതുവരെയും ഏഷ്യ കപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയെ മാച്ച് ചെയ്യുന്ന ഒരു ടീമിനെ ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതൊരു വലിയ ചലഞ്ച് ആണെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഫൈനലിൽ നമ്മളൊരു ഇതുവരെ കളിക്കാത്ത ഒരു പ്ലെയറിനെ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള ധൈര്യമൊന്നും സാധാരണഗതിയിൽ ഒരു ഫൈനലിൽ കാണിക്കാറില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിയതിന്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ടീമിലും പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരമുള്ളത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചലഞ്ചായിട്ടൊന്നും തോന്നുന്നില്ല. റൈറ്റ്. ഡോക്ടർ അജിത് കുമാർ, ഞാൻ താങ്കളെ കാണുന്നുണ്ടായിരുന്നു ഫ്രെയിമിൽ, മുകളിലേക്ക് നോക്കുന്നത്. താങ്കൾ ടി വി സ്ക്രീനിലേക്ക് നോക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ 1-2 കാര്യം ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതായത് ഒന്ന്, ക്യാപ്റ്റന്മാർ ഒന്നിച്ച് നിന്നിട്ടില്ല. 2 കമൻറ്റേറ്റേഴ്സ് ടോസിൻ്റെ സമയത്ത് ഒരാൾ സൂര്യകുമാർ യാദവിനോടും ഒരാൾ സൽമാൻ അഗിയോടും ചോദിക്കുന്നു. 2 കമൻറ്റേറ്റേഴ്സ്. ഒപ്പം തന്നെ ഈ കപ്പ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഏഷ്യ കപ്പ് കിരീടത്തിനൊപ്പമുള്ള 2 ക്യാപ്റ്റന്മാരെ ചേർത്ത് നിർത്തിയുള്ള ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നില്ല. ചോദ്യം, ഈ കപ്പ് ഏറ്റവും ഒടുവിൽ ആർക്ക് കൊടുക്കാൻ? ഇന്ത്യക്കാണ് ജയമെങ്കിൽ അവിടെ കൊടുക്കാൻ സൂര്യകുമാർ യാദവിനും ഇന്ത്യൻ ടീമിനും സ്വീകാര്യനായിട്ടുള്ള ഒരാൾ വരേണ്ടി വരില്ലേ? വാങ്ങിക്കുന്നത് നഖ്വി കൊടുക്കണമെന്നുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? ICC പ്രസിഡന്റ് ഇപ്പൊ നഖ്വിയാണ്. അദ്ദേഹത്തിന്റെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് അല്ലേ കൊടുക്കേണ്ടത്? ആ സമയത്തൊന്നും അത്ര ഇത് കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം അവര് തമ്മിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ത്യ പാകിസ്ഥാന്റെ സിറ്റുവേഷൻ അങ്ങനെയുണ്ട്. പക്ഷെ കപ്പ് വാങ്ങിക്കാനായിട്ട് നഖ്വിയാണ് കപ്പ് കൊടുത്തുകൊണ്ട് ഇന്ത്യക്കാര് വാങ്ങിക്കില്ല എന്നും തന്നെ അതെനിക്ക് തോന്നുന്നില്ല. അത്രയും ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല. കാര്യം ശരിയാണ്. ഇപ്പം ഇത്തവണത്തെ ഇപ്പൊ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ ട്രോഫി കൊടുക്കേണ്ടത്. അതിപ്പം അതിനു മുമ്പ് ശരത് പവാറൊക്കെ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന സമയത്ത് ആരുവാണെങ്കിലും റിസീവ് ചെയ്യും. അതൊരു വലിയ ഇഷ്യൂ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ വിജയിക്കും, നഖ്വിയുടെ അടുത്തൊക്കെ വാങ്ങിക്കും. മാത്രമല്ല, നഖ്വിയാണ് പാകിസ്ഥാന്റെ അഗേൻസ്റ്റ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തത്. പാകിസ്ഥാൻ എന്താ പറഞ്ഞേ, പൈക്രോഫിനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ല എന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത് നഖ്വിയാണ്. അപ്പൊ അതുകൊണ്ട് ACC പ്രസിഡന്റ് എന്ന നിലയിൽ നഖ്വി ഹാസ് ബീൻ അബ്സല്യൂട്ട്ലി ഫെയർ. അപ്പൊ അതുകൊണ്ട് നഖ്വിയുടെ അടുത്ത് ട്രോഫി വാങ്ങിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. അതെ, നമുക്ക് നോക്കാം, കാത്തിരിക്കാം. എന്നാലും ഞാൻ വിനു മോഹനോട് ഇക്കാര്യം ചോദിക്കട്ടെ. വിനു, ഈ ഒരുപാട് ഉരസലുകൾ, ഒരുപാട് വിവാദങ്ങൾ, ഈ പ്രത്യേകിച്ചും പഹൽഗാം ഭീകരാക്രമണവും അല്ലെങ്കിൽ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ, ആദ്യം സൂര്യകുമാർ യാദവ് അത് കളിക്കളത്തിൽ ഷെയ്ഖ് ഹാൻഡ് തയ്യാറായില്ല, പിന്നീട് മൈതാന മധ്യത്തിൽ തന്നെ പറയുന്നു ഇത് പഹൽഗാമിൽ അവിടെ മരിച്ച ആളുകൾക്കുള്ള സമ്മാനമാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നെന്ന്. അതിനുശേഷം അടുത്ത മത്സരങ്ങളിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നു, ആംഗ്യം കൊണ്ട് കാണിക്കുന്നു, അങ്ങനെ പലതരത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ കളിക്കളത്തിലേക്ക് ഇത്തരം വിഷയങ്ങൾ ഒക്കെ വരുന്നത് വിനു മോഹൻ എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് ആസ്വാദകൻ എന്ന നിലയിൽ കാണുന്നത്? അതൊരു രാഷ്ട്രീയമായിട്ട് ഞാൻ കരുതുന്നില്ല, അതൊരു രാഷ്ട്രബോധമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. കാരണം നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ല. അതിനേക്കാളുപരി ഒരു രാജ്യസ്നേഹി അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന നമുക്കൊരു പൗരബോധമുണ്ട്. നമ്മുടെ രാജ്യത്തോട് നമുക്ക് കൂറുണ്ടെങ്കിൽ അതൊരു രാജ്യബോധമായിട്ട്, ഒരു രാഷ്ട്രീയ ബോധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ ഒരു ബോധമുള്ള ഏതൊരാളും ഈ തരത്തിൽ തന്നെ പ്രവർത്തിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനായാലും ഓഫ്കോഴ്സ് നമ്മൾ ആരായാലും നമുക്ക് രാഷ്ട്രത്തോടൊരു സ്നേഹവും രാഷ്ട്രത്തോടൊരു രാഷ്ട്രബോധവും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്. ഓക്കെ. തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ഇവിടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അഭിലാഷ് പിള്ള, ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ എപ്പോഴും കാണുന്നതെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഇന്ന് ടോസ് നേടി ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇന്ത്യക്ക് അല്പം ഒരു നേരിയ ആശങ്കയുള്ളത്. പക്ഷേ അത് മറികടക്കാൻ ഈ ഇന്ത്യൻ സംഘത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമില്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് നല്ലതായിട്ട് തന്നെ ഇന്ത്യ ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇല്ലാന്ന് ഈ ഒരു സീരീസിൽ ഇതുവരെ എല്ലാ കളികളും നന്നായി കളിച്ചൊരു പ്ലെയർ ഇല്ലാത്തത് നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരു സ്ട്രോങ് ലൈനപ്പ് നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ഈ ടൂർണമെന്റ് തന്നെ ഇത് 3ാമത്തെ തവണയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേരിടുന്നത്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ 2 തവണയും നമ്മൾ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചത്. അപ്പൊ ഉറപ്പായിട്ടും ഇന്ന് കപ്പ് നമ്മൾ അടിക്കും എന്നുള്ള വിശ്വാസം ഉണ്ട്. ഓക്കെ. അഭിലാഷ്, ഈ മത്സരങ്ങളെല്ലാം കണ്ടപ്പോൾ ആരായിരുന്നു ഫേവറേറ്റ്? സ്വാഭാവികമായിട്ടും അഭിഷേക് ശർമ്മ എന്നായിരിക്കും പറയാ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്തവണ ഭയങ്കര സർപ്രൈസ് ആണ്. എല്ലാ കളികളിലും അയാളുടെ ഒരു ബാറ്റിംഗ് പരിപാടി ഭയങ്കരമായിട്ട് വർക്കായി.
ഇപ്പൊ കഴിഞ്ഞ കളിയിലാണെങ്കിലും അതിന് മുന്നത്തെ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെ കളിച്ചപ്പോഴായാലും ഒക്കെ എന്താ പറയാ, നമുക്കൊരു പുതിയ സ്ട്രോങ് ഇന്ത്യൻ ടീമിനെ കിട്ടിയൊരു ഫീലായി. കാരണം നമ്മുടെ മെയിൻ പ്ലെയേഴ്സ് ആരും ഇല്ല അങ്ങനെയുള്ളവരെ. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ഒരു ടീമിൽ എനിക്ക് തോന്നുന്നു അഭിഷേക് വന്നപ്പോഴത്തേക്ക് ആ ഓപ്പണിംഗ് ലൈനപ്പ് പഴയ സേവാഗിന്റെയും അല്ലെങ്കിൽ പണ്ട് നമുക്ക് കുറെ ഫേവറേറ്റ് ഓപ്പണേഴ്സ് ഉണ്ടായി, ഇപ്പൊ രോഹിത് ആയാലും എല്ലാം. അപ്പൊ അവരുടെ ഒരു അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്പണറെ കിട്ടി. അതൊരു വലിയൊരു എന്താ പറയാ, ഈ ജനറേഷനിലെ ഏറ്റവും വലിയൊരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. മേ ബി ഇനിയും ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്തു. റൈറ്റ്, താങ്ക് യു സോ മച്ച് അഭിലാഷ് പിള്ള. എന്തായാലും ആശംസകൾ അറിയിച്ചതിന് നന്ദി. മിന്നു, നമ്മളെന്തായാലും ഈ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസൺ ഉണ്ടല്ലോ, സഞ്ജു വി സാംസണിനെ ഏത് പൊസിഷനിൽ ഇറക്കണം എന്നാണ് മിന്നുവിൻ്റെ ആഗ്രഹം? കാരണം സഞ്ജുവിൻ്റെ ഒരു ജെന്യൂൻ പൊസിഷൻ അല്ല ഇപ്പോൾ നിലവിലുള്ളത്. മിഡിൽ ഓർഡർ ബാറ്ററിനേക്കാൾ നല്ലത് അദ്ദേഹം ഓപ്പണറായിട്ടോ വൺ ഡൗൺ ആയിട്ടോ എത്തുന്നതാണ്. മിന്നു എങ്ങനെയാണ് സഞ്ജുവിനെ നോക്കിക്കാണുന്നത് ബാറ്റിംഗ് പൊസിഷനിൽ? എന്നെ സംബന്ധിച്ച് അങ്ങനെ എക്സാക്ട് പൊസിഷൻ എന്നൊക്കെ അത് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ആളല്ല ഞാൻ. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സഞ്ജു ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജു ചേട്ടൻ ടോപ്പ് ഓർഡറിൽ കളിക്കുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഓപ്പണിംഗ് അതേപോലെ 1, 2, 3 ഒക്കെ കളിക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ റീസെന്റ് മിഡിൽ ഓർഡറിൽ കളിച്ച് ഗംഭീര പെർഫോമൻസ് വന്നതും നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു സാഹചര്യത്തിലും ഏത് ഓർഡറിൽ വന്നു കഴിഞ്ഞാലും സഞ്ജു ചേട്ടന്റെ കളി കളിക്കാൻ അറിയാം എന്നത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവസരം കിട്ടണം എന്ന് മാത്രമാണ് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉള്ളൊരു ആഗ്രഹം. സഞ്ജു ചേട്ടന് അവസരം കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ തന്നെ സഞ്ജു ചേട്ടൻ ഉപയോഗിക്കാൻ അറിയാമെന്നും ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, മിന്നു സൂചിപ്പിച്ചതിനാണ് പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അജിത് കുമാർ, നമ്മൾ നേരത്തെ ഈ ടെലിവിഷൻ ചർച്ചയ്ക്കിടെയല്ല, അതിനു മുമ്പ് ഫോണിൽ സംസാരിച്ചപ്പോൾ ഡോക്ടർ അജിത് കുമാർ പറഞ്ഞിരുന്നു ഈ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് കണ്ടാൽ അതിൽ വീരേന്ദർ സെവാഗിനെ ഓർമ്മിക്കുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു വീരേന്ദർ സെവാഗാണോ ഇനി ഒരു മിക്സ് ആണോ കണ്ടത്? വീരേന്ദർ സെവാഗ് പ്ലസ് ഒരു ഗാംഗുലി സ്റ്റൈൽ ഓഫ് അറ്റാക്ക്, അങ്ങനെ എന്താണ് തോന്നിയത്? അല്ല, സേവാഗിനെ ഓർപ്പിക്കുന്നത് നമ്മളിപ്പോ 2011 ലോകകപ്പ് ഒന്ന് എടുത്തു നോക്കിയാൽ ഇന്ത്യ ഒരുവിധം എല്ലാ മാച്ചസും ടോസ് വിൻ ചെയ്ത് ബാറ്റിംഗ് ചെയ്തു. എല്ലാ മാച്ചിലും ഫസ്റ്റ് ബോൾ സേവാഗ് ബൗണ്ടറി അടിച്ചു. ആ ഒരു ഫസ്റ്റ് ബോൾ ബൗണ്ടറി തന്നെ ടീമിന്റെ ആത്മവിശ്വാസമാണ് വർദ്ധിക്കുന്നത്. ബോളറിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വിചാരിച്ചു ആദ്യം ബംഗ്ലാദേശിന്റെ മാച്ചിൽ അദ്ദേഹം 175 എടുത്തപ്പോഴും ആദ്യത്തെ ബോൾ ബൗണ്ടറി, അടുത്ത ഇംഗ്ലണ്ടായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം 118 എടുത്തപ്പോഴും ആദ്യത്തെ ബോൾ ബൗണ്ടറി. എല്ലാ മത്സരങ്ങളും ഓസ്ട്രേലിയൻസിനും ഫസ്റ്റ് ബോൾ ബൗണ്ടറി. ആകെ പാകിസ്ഥാനിൽ മാത്രം അദ്ദേഹം ഫെയിൽ ചെയ്തുള്ളൂ. ബാക്കി എല്ലാ മത്സരത്തിലും ഫസ്റ്റ് ബോൾ ബൗണ്ടറി. ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. അഭിഷേക് തന്നെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനായിട്ടുള്ള ഫസ്റ്റ് ബോൾ ബൗണ്ടറി, രണ്ടാമത്തെ മത്സരത്തിൽ ഫസ്റ്റ് ബോൾ സിക്സർ. അപ്പം ഫസ്റ്റ് ബോൾ മുതല് ഒരു അഗ്രസീവ് ആയിട്ട് ഇതുവരെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ കണ്ടിരിക്കുന്നത് സേവാഗിനെയാണ്. സേവാഗിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. എനിക്കുള്ള ആദ്യമായിട്ടാണ് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സേവാഗായിട്ട് അഭിഷേക് വന്നിരിക്കുന്നത്. അതാലോചിച്ചാണ് താങ്കളോടുള്ള ആ ഒരു പേഴ്സണൽ ടോക്ക് ഞാൻ പറയാനുള്ള റീസൺ. ബോളേഴ്സിന് സേവാഗിന് ബോൾ ചെയ്യാൻ പേടിയായിരുന്നു. അതേ സിറ്റുവേഷൻ ആണ് ഇപ്പൊ അഭിഷേകും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബോളേഴ്സിന് ആദ്യത്തെ വന്ന് അദ്ദേഹത്തെ ബോൾ ചെയ്യുന്ന ബോളേഴ്സിന് ഉള്ളിൽ നിന്ന് ഭയങ്കര, കാരണം എവിടെ ബോൾ ചെയ്താലും അഭിഷേകിന്റെ എന്താ പറയുക സ്ട്രോക്ക് പ്ലേ, അതിനെക്കുറിച്ച് യാതൊരു സംശയം വേണ്ട. അദ്ദേഹം ഒരു ഗുഡ് ലെഗ് ആയാൽ ഹിറ്റ് യു ഫോർ 4, ഷോർട്ട് ആയാലും ഹിറ്റ് യു ഫോർ 6. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അഭിഷേക് ഇട്ടിരിക്കുന്നത്. അതാലോചിച്ചിട്ടാണ് സേവാഗ് ഇതേ സ്റ്റൈലായിരുന്നു. വൺഡേക്ക് അത് ODI വേൾഡ് കപ്പ് ആയിരുന്നു, T20 വേൾഡ് കപ്പിൽ അത് തന്നെ ഫസ്റ്റ് ബോൾ തന്നെ അദ്ദേഹം ഈ ബൗണ്ടറിയിലേക്ക് ഡിസ്പാച്ച് ചെയ്യുക എന്നുള്ളത് ടീമിനും ആത്മവിശ്വാസവും ബോളിംഗ് സൈഡിന് വളരെയധികം ഒരു ഡിമോറലൈസ്ഡ് ആവുന്നതും ആ ഒരു ഇഫക്റ്റ് തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിൽ അഭിഷേകിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ അജിത് കുമാർ, ഒപ്പം പ്രശാന്ത് അലക്സാണ്ടർ. ഞാൻ മിന്നുമണിയിലേക്ക് കൂടി ഒന്ന് മടങ്ങിപ്പോവാണ്. മിന്നു, ഈ മത്സരം തുടങ്ങുമ്പോൾ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ഇപ്പോഴത്തെ ടീമിൽ വ്യക്തിപരമായി സൗഹൃദമുള്ള താരങ്ങളുണ്ടോ ഇന്ത്യൻ മെൻസ് ടീമിൽ? അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമായിരുന്നു നമ്മുടെ സൂര്യകുമാർ
സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ബാംഗ്ലൂർ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് ദിവസം പ്രാക്ടീസിനിടയിലും വർക്കൗട്ടിനിടയിലും ഒക്കെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിൽ ഒരാളായിട്ട് വന്ന് നമ്മളോട് നിന്ന് സംസാരിച്ച് ഇടപെട്ട ഒരു വ്യക്തിയാണ് സൂര്യകുമാർ സാറ്. അങ്ങനെയുള്ളൊരു സൗഹൃദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ആരുമായിട്ട് അങ്ങനെ അത്രയ്ക്കും സൂര്യകുമാർ സാറിന്റെ പോലെ വേറെ ആരുമായിട്ട് അങ്ങനെ ഒരു അടുത്ത് ഇടപെടാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇത് ന്യൂസ് 18 കൂടെ തന്നെ ആശംസ നമുക്ക് നേരാം. ഇന്ത്യൻ എ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള മിന്നു മണിക്ക് എന്താണ് ഇന്ത്യൻ മെൻസ് ടീമിന് ഏഷ്യ കപ്പ് ഫൈനൽ ഇറങ്ങാൻ പോവാണ് അവരോട് ആശംസയായിട്ട് അറിയിക്കാൻ പോകുന്നത്? ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളെല്ലാരും വളരെ എക്സൈറ്റ്മെന്റോടുകൂടി കളി കാണാൻ ഇരിക്കും. തീർച്ചയായിട്ടും ഇതുവരെയുള്ള കളികളിലെല്ലാം നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ടീം കാഴ്ചവെച്ചത്. ഇന്നത്തെ ഈ ഒരു ഫൈനലിൽ കൂടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ഉണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മിന്നുമണി, വിനു മോഹൻ, പ്രശാന്ത് അലക്സാണ്ടർ, ഡോക്ടർ എൻ അജിത് കുമാർ, സോണി ചെറുവത്തൂർ, അഭിലാഷ് പിള്ള ഇവരാണ് നമ്മോടൊപ്പം തത്സമയം ചേർന്നത്. എന്നാലും ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനലിന് അരങ്ങുടരാൻ പോകുന്നു. ടോസിന്റെ ആനുകൂല്യം ഇന്ത്യക്കാണ്. ടോസ് നേടി ഇന്ത്യ ആദ്യം പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. ഇന്ത്യൻ ടീമിൽ മാറ്റമുണ്ട്. അത് ഹാർദിക് പാണ്ഡ്യ ഇല്ല, റിങ്കു സിംഗ് ടീമിലേക്ക് എത്തിയെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശിവൻ ദുബെയും ഇന്ത്യൻ സംഘത്തിലുണ്ട്. ജസ്പ്രീത് ബുംറ മടങ്ങിയെത്തുകയും ചെയ്തു. കാത്തിരിക്കാം ഇന്ത്യയുടെ മറ്റൊരു ഏഷ്യ കപ്പ് ജയത്തിനായി. നന്ദി.